ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹിസ്റ്റോറിക്സിന്റെ ഹിസ്റ്ററി UGC നെറ്റ് JRFന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ യൂണിറ്റ് 1 ആണ്. അതായത് നമ്മുടെ ഹിസ്റ്ററി സബ്ജക്റ്റിനകത്തുള്ള സിലബസിലെ യൂണിറ്റ് 1. ആൻഡ് ഈ യൂണിറ്റ് 1ലെ ആദ്യത്തെ ഒരു പാർട്ടാണിത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നെഗോഷിയേറ്റിംഗ് ദ സോഴ്സസ് എന്നൊരു ഭാഗമാണ്. ഓക്കെ, നെഗോഷിയേറ്റിംഗ് ദി സോഴ്സസ്. അത് നമ്മുടെ പ്രത്യേകിച്ച് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ പ്രത്യേകത. സെഷൻ എന്നല്ല, ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത നമ്മളൊരു 3 പാർട്ടായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നതിന്റെ ആദ്യത്തെ പാർട്ടാണ് നെഗോഷിയേറ്റിംഗ് ദ സോഴ്സ്, പാർട്ട് 1 ആണിത്. ഈ ഒരു സെഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണിത്. അതുപോലെ തന്നെ ഈ ഒരു സെഷനകത്ത് നമ്മള് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒതുങ്ങി നിൽക്കില്ല. കാരണം വെച്ചാല് ഈ സോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധിസ്റ്റ് സോഴ്സ് പറയും, ജൈൻ സോഴ്സ് പറയും, വേദിക് സോഴ്സുകൾ പറയും. അപ്പൊ ഇതെല്ലാം പാടെ ചേർത്തിട്ട് നമ്മൾ ഇതിനകത്ത് പറയും. എഗെയിൻ നമ്മൾ ഇതിലുള്ള ഭൂരിഭാഗം കാര്യങ്ങളും പിന്നീട് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, അതായത് ബുദ്ധിസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ബുദ്ധിസം പറയുന്ന സമയത്ത് അവിടുത്തെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ എന്ത് ചെയ്യും, അവിടെ വേറെയും പറയും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യും, അത് വളരെ സമഗ്രമായിട്ട് തന്നെ കവർ ചെയ്യും എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. സോ നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല, നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വെച്ചാല് നമ്മള് ഒരു ക്രൊണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ബുക്സ്, ആ ബുക്ക് എഴുതിയ കാലഘട്ടം ആൻഡ് ആ ബുക്ക് എഴുതിയിട്ടുള്ള ഓതർ, സോ ഇത് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിട്ട് പോകുന്ന ഒരു ഏരിയ ആണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ച സംഗതികൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് ഇയർ ഒക്കെ നമ്മൾ മറക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഏതിലാണെങ്കിലും നമുക്ക് അറിയുന്ന ഇയർ വെച്ചിട്ട് എന്ത് ചെയ്യണം, അതെല്ലാം കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. സോ നമ്മൾ എന്തായാലും ജസ്റ്റ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ടൈം ലൈൻ ജസ്റ്റ് ചെയ്ത് പറഞ്ഞു പോവാം. സോ നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആൻഷ്യൻ പീരീഡ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് പീരീഡ് അല്ലെങ്കിൽ നമ്മുടെ പാലിയോളിത്തിക് മുതൽ 6th സെഞ്ചുറി CE വരെയുള്ള കാലഘട്ടത്തിനാണ്. അതായത് ഗുപ്ത എംപയറിന്റെ തകർച്ച വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇന്ത്യൻ ചരിത്രത്തിലെ ആൻഷ്യൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഗുപ്ത എംപയർ തകരുന്നു, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, മെയിൻലി ഡ്യൂ ടു ഹ്യൂണ ഇൻവേഷൻ കാരണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ഹൺ ഇൻവേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. സോ അവര് തകരുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ് ആൻഷ്യൻ പീരീഡ്, അതായത് നമ്മുടെ ഫ്രം ദി അൺനോൺ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോൺ ഏജ് മുതൽ ഈ ഒരു ഡീക്ലൈൻ ഓഫ് ഗുപ്ത വരെ നമുക്ക് എന്താ പറയാൻ പറ്റും, ആൻഷ്യൻ പീരീഡ് എന്ന് പറയാം. ആൻഡ് അതിനുശേഷം 6th സെഞ്ചുറി മുതൽ 13th സെഞ്ചുറി വരെ നമ്മൾ എന്താ പറയും, ഏർലി മെഡീവൽ പീരീഡ് എന്ന് പറയും. നമുക്കറിയാം 13th സെഞ്ചുറി മുതൽ, അതായത് 1206 എന്ത് ചെയ്യുന്നത്, ഡൽഹി സുൽത്താനേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്. അവിടെ മുതൽ നമ്മൾ എന്ത് പറയും, മെഡീവൽ പീരീഡ് എന്നും പറയും. സോ 13th to 18th സെഞ്ചുറി, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ട്രോങ് ആവുന്ന 1757 അറിയില്ലേ, പ്ലാസി യുദ്ധത്തിലാണ് എന്ത് ബ്രിട്ടീഷുകാർ ഇവിടെ സ്ട്രോങ് ഹോൾഡ് വെക്കുന്നത്. അതാണ് ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഇന്ത്യയിലെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങുന്നത് പ്ലാസി യുദ്ധത്തോടുകൂടിയാണ്. സോ പ്ലാസി മുതൽ പിന്നീട് നമ്മൾ ഇതുവരെയുള്ള സമയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്രസന്റ് ഇതുവരെയുള്ള അതിനെ നമ്മൾ മോഡേൺ പീരീഡ് എന്ന് പറയും എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തന്നെ നമുക്ക് പിന്നീട് എന്താണ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫെർദർ ഡിവൈഡ് ചെയ്യാറുണ്ട്. പറഞ്ഞത് ഇതെല്ലാം റഫ്ലി നമുക്ക് എന്ത് ചെയ്യാം, മോഡേൺ പീരീഡിന്റെ അണ്ടറിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് അതിനായിരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിന്ദു പീരീഡ്, മുസ്ലിം പീരീഡ്, പിന്നെ ലാസ്റ്റ് മൂന്നാമത്തെ പീരീഡ് എന്ത് ചെയ്യുന്നു, അവർ ബ്രിട്ടീഷ് പീരീഡ് എന്നായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ആളാരാ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, JS മിൽ എന്നത് തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിനകത്താണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനായിരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ആൻഷ്യന്റ് ഇന്ത്യയെ ഹിന്ദു പീരീഡ് എന്ന് പറയുന്നു എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട റൂളറാണ് അശോക എന്ന് പറയുന്നത്. ഹി വാസ് നോട്ട് എ ഹിന്ദു, അദ്ദേഹം എന്ന് പറയുന്നത് ഹി വാസ് എ ബുദ്ധിസ്റ്റ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റൂളറാണ് ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. ഹി ഓൾസോ വാസ് നോട്ട് എ ഹിന്ദു, ഹി വാസ് എ ജൈൻ.
സോ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ നോൺ ഹിന്ദു റൂളേഴ്സ് ആണ് ശരിക്കും ഏൻഷ്യന്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ അതിനെ ഹിന്ദു പീരീഡ് എന്ന് പറയുന്നത് ഒട്ടും ശരിയാവില്ല. പിന്നെ സെക്കൻഡ് പീരീഡിലേക്ക് വരികയാണെങ്കിൽ അതിനെ മുസ്ലിം പീരീഡ് എന്ന് പറയുന്നു. അതേസമയം ആകെ മുസ്ലിംസ് ഭരിക്കുന്നത് എവിടേക്കാണ്? സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റും മുഗൾസും ആണ്. പിന്നെ ചെറിയ ചെറിയ സുൽത്താനേറ്റ്. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരു പ്രബലമായിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് സൗത്ത് ഇന്ത്യയിലെ വിജയനഗര ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, അല്ലെ? വിജയനഗര ആൻഡ് ദേ വർ നോട്ട് മുസ്ലിംസ്. അടുത്തത് നമ്മുടെ മഹാരാഷ്ട്ര റീജിയൻ അല്ലെങ്കിൽ മറാത്ത റീജിയനിലെ മറാത്ത എംപയർ, ഓൾസോ വർ നോട്ട് മുസ്ലിംസ്. പറഞ്ഞു വരുന്നത് നമ്മൾ അതൊരു മതത്തിന്റെ പേരിൽ ക്ലാസിഫൈ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ കോൺഷ്യസ്ലി അതിന്റെ ഒരു തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരതിനെ ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് അതിലുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ആണ് പൊതുവെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്രധാനമായിട്ടും ഉപേന്ദ്ര സിംഗ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിന്റെ ഒരു ടൈം ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റോൺ ഏജ് എവിടെ മുതൽ എവിടെ വരെ വരുന്നു, അതുപോലെ ഈ ഒരു ഇയർ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണ് ഒരേ സമയം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓവർലാപ്പ് ചെയ്തിരുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. സോ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ എന്തായാലും ഈ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ നമ്മൾ പറയും. ഇനി നമ്മുടെ ചരിത്രത്തിനെ സംബന്ധിച്ചുള്ള ബേസിക് അവയർനെസ് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് പോകണം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക് പീരീഡ് എന്നും പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നും തിരിക്കാറുണ്ട്. ആൻഡ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് എഴുത്ത് കണ്ടെത്തിയതിന് ശേഷം, അതായത് റിട്ടേൺ റെക്കോർഡ്സ് അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നു. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക് പീരീഡ്, ഹിസ്റ്റോറിക് ആൻഡ് അതിന്റെ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരികയാണെങ്കിൽ പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി ആൻഡ് തേർഡ് വൺ ഹിസ്റ്റോറിക് പീരീഡ്. പ്രീ ഹിസ്റ്ററി നമുക്കറിയാം, റിട്ടേൺ റെക്കോർഡ്സ് അവൈലബിൾ അല്ലാത്ത നമ്മുടെ സ്റ്റോൺ ഏജ് ഒക്കെ എന്താണ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ റെക്കോർഡ്സ് അവൈലബിൾ ആണ്, ബട്ട് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് നമ്മുടെ ഇൻഡസ് വാലിക്ക് അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ്. കാരണം അവരുടെ സ്ക്രിപ്റ്റ് നമുക്ക് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ റെക്കോർഡ് അവൈലബിൾ ആയിട്ടുള്ള, അതിനുശേഷമുള്ള നമ്മുടെ വേദിക് പീരീഡ് മുതലുള്ള കാലഘട്ടമൊക്കെ എന്താണ്, അവൈലബിൾ ആവുകയും വായിക്കാൻ പറ്റുകയും ചെയ്തിട്ടുള്ള കാലഘട്ടമൊക്കെ നമ്മുടെ ഹിസ്റ്റോറിക് പീരീഡിൽ വരുന്ന സമയമാണ്. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്, സോ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഓൾറെഡി ഉണ്ടാവണം. പിന്നെ നമുക്ക് ചരിത്രം പഠിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സ്ക്രിപ്റ്റ് ആണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ട റെക്കോർഡ്സ് ആണ്. സോ അതില് ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ് എവിടെ യൂസ് ചെയ്തിരുന്നത്, മെസ്സപ്പൊട്ടേമിയയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന അല്ലെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പല എക്സാമിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ ഇറാഖിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മോഡേൺ ഇറാഖിലാണ് അന്ന് മെസ്സപ്പൊട്ടേമിയ ഉണ്ടായിരുന്നത്. ആൻഡ് മെസ്സപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മെസോസ്, നിങ്ങളല്ലേ മെസോളിത്തിക് എന്ന് കേട്ടില്ലേ, മീൻസ് മിഡിൽ എന്നുള്ളതാണ്. മെസോ എന്ന് വെച്ചാൽ മിഡിൽ എന്നുള്ളതാണ്, പാലിയോ എന്ന് വെച്ചാൽ ഓൾഡ് എന്നുള്ളതാണ്, നിയോ എന്ന് വെച്ചാൽ ന്യൂ എന്നുള്ളതാണ്. എന്തായാലും മെസോ എന്ന് വെച്ചാൽ മിഡിൽ എന്നുള്ളത്, പൊട്ടേമിയ അല്ലെങ്കിൽ പൊട്ടാമസ് എന്ന് വെച്ചാൽ ശരിക്കും റിവേഴ്സ് എന്നുള്ളതാണ് അർത്ഥം. ആൻഡ് മെസോ പൊട്ടാമസ് എന്ന് വെച്ചാൽ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, അല്ലെങ്കിൽ രണ്ട് നദികൾക്കിടയിലുള്ള ഭൂമി എന്നുള്ളതാണ്. ആ രണ്ട് നദികളാണ്, ഇറാഖിലെ പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഈ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലമാണ് മെസ്സപ്പൊട്ടേമിയ. സിംപിളി ആലോചിക്കണം, ദർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്യൂണിഫോം എന്നുള്ളതാണ്. ആൻഡ് അവര് ക്ലേ ടാബ്ലറ്റുകളാണ് ഉണ്ടാക്കിയത്. അതായത് കളിമൺ കുഴച്ചിട്ട് എന്ത് ചെയ്യും, കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാബ്ലറ്റ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സംഗതി എടുത്തിട്ട് എന്ത് ചെയ്യും, അതിൽ എഴുതുകയാണ് ചെയ്തത്. പിന്നെ അവർ സ്ക്രിപ്റ്റ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, കുറെ സിമ്പിൾസും ഒക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഠിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഇതാണ് മെസ്സപ്പൊട്ടേമിയയുടെ ഒരു കേസ്. അതിന്റെ അടുത്താണ് ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻസിൽ നിങ്ങൾക്കറിയാം, അവിടെ അവർ യൂസ് ചെയ്തത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ആൻഡ് മറന്നുകൊണ്ട ക്യൂണിഫോം മെസ്സപ്പൊട്ടേമിയയിലാണ്. MC എന്ന് ആലോചിച്ചാൽ മതി, മെസ്സപ്പൊട്ടേമിയ ക്യൂണിഫോം. ദെൻ ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ്, EH നമുക്കറിയാം, EH കാർ എന്നുള്ളത്, അത് വെച്ച് പിടിച്ചാൽ മതി. ഈജിപ്ഷ്യനിൽ ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു എന്നുള്ളതും അതിലൂടെ ഓർത്തു വെക്കുക. പിന്നെ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് നമുക്കറിയാം ഹരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഹരപ്പൻ സ്ക്രിപ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, വായിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്.
ആൻഡ് ഹരപ്പൻ സ്ക്രിപ്റ്റ് പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അവരുടെ സീലുകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് മറ്റുള്ള എന്താണ് പറയല് മെറ്റീരിയൽ ഒക്കെ ചിലപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പെട്ടെന്ന് പെരിഷബിൾ ആവുന്ന മെറ്റീരിയൽ ഒക്കെ അവർ എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയില്ല. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. സമയം മെസ്സപ്പൊട്ടേമിയക്കാർ ക്ലേ ടാബ്ലറ്റിൽ എഴുതിയത് കൊണ്ട് തന്നെ അത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇവരെ ക്ലേ ടാബ്ലറ്റിൽ എഴുതിനെ പറ്റി പറയുന്നത് അവരത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അത് വെയിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഉണക്കിയെടുക്കും. അതിന് നിങ്ങൾക്കറിയാം, ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കാനായിട്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ അവർ റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ക്ലേ ടാബ്ലറ്റുകൾ അവർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. സമയം ഈജിപ്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ അവര് പ്രധാനമായിട്ടും പാപ്രസ് ഷീറ്റുകൾ എന്ന് വെച്ചാൽ ഈ മരത്തിന്റെ തൊലികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഗതികളൊക്കെ ഷീറ്റുകൾ ഉണ്ടാക്കിയിട്ടാണ് അതിലാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും പിന്നെ നമുക്ക് ഇനി ഇതിനകത്ത് മനസ്സിലാവേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാല് എഴുത്ത് നമ്മള് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിൽ നിന്ന് അത് പേപ്പറിലേക്ക് വരുന്നുണ്ട്. 3rd സെഞ്ചുറി BC തന്നെ ചൈനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് പേപ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്പിലേക്കും നമ്മുടെ പ്രദേശങ്ങളിലേക്കും ഒക്കെ അത് എത്തുന്നത് എന്നുള്ള മറ്റു സംഗതിയാണ്. പിന്നെ അതിൽ വരുന്നത് ഇവർ പണ്ട് എഴുതിയിരുന്നത് പാം ലീവ്സിലാണ്. എന്ന് വെച്ചാൽ പനയോലകൾ അല്ലെങ്കിൽ ഓലകൾ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സംസ്കൃത് ഭാഷയിൽ തളപ്പത്ര എന്ന് പറയുന്നത്. തമിഴിൽ അതിനെ ഓലൈ എന്ന് പറയും. പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഓലകളിൽ അവരെന്ത് ചെയ്തിരുന്നു, മാർജിനിൽ, അതിന്റെ റൈറ്റ് മാർജിനിൽ അവർ പേജ് നമ്പറുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിന്റെ പല രീതിയിൽ അത് അവരെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പല രീതിയിൽ അത് ബൈൻഡ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, ഇത്ര ഞാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇനി ഇതിൽ നമ്മള് ഈ ഒരു സെഷൻ നല്ല ഈ ഒരു എന്താണ് പറയല്, നെഗോഷിയേറ്റിംഗ് ദ സോഴ്സ് എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് നമ്മൾ സോഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ലാംഗ്വേജിനെ പറ്റി പറയണം, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിനെ പറ്റി പറയണം. പിന്നെ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ഈ ഒരു സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കിയോളജിക്കൽ സോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ സോഴ്സുകളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫോക്കസ് എന്ന് പറയുന്നത് എക്സാമിന് കൂടുതൽ വരാറുള്ള ലിറ്റററി സോഴ്സുകളെ പറ്റിയിട്ടാണ്. അപ്പൊ അവിടെ തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. എന്നാലും നമ്മൾ ആർക്കിയോളജിക്കൽ സോഴ്സുകളും അതിന്റെ ഡേറ്റിംഗ് ഒക്കെ അത്യാവശ്യം കാര്യമായിട്ട് തന്നെ നോക്കും എന്ന് വേറെ കാര്യം. പിന്നെ അതിനകത്ത് നമുക്ക് സോഴ്സുകളിലേക്ക് വരികയാണെങ്കിൽ വേദാസ് അല്ലെങ്കിൽ റിട്ടേൺ സോഴ്സിലെ പ്രധാനപ്പെട്ട സംഗതിയാണ് വേദാസ് എന്ന് പറയുന്നത്. ഓക്കെ, വേദാസ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നതാണ് വേദാസിന്റെ തന്നെ പാർട്ടായിരുന്ന വേദാംഗാസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നതാണ് രാമായണ മഹാഭാരത, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന കേട്ടോ. രാമായണ മഹാഭാരത. പിന്നെ അതിൽ വരുന്നതാണ് ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകൾ, ധർമ്മശാസ്ത്ര. പിന്നെ വരുന്നതാണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ, ബുദ്ധിസ്റ്റ് കനോണിക്കൽ ടെക്സ്റ്റുകൾ, നോൺ കനോണിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെ ജൈൻ ടെക്സ്റ്റുകൾ. പിന്നീട് വരുന്നതാണ് സംഘം ടെക്സ്റ്റുകൾ, സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു അടുത്തൊരു ഫേസിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെയുള്ള തെലുഗു ലിറ്ററേച്ചർ ഒക്കെ കുറച്ചുകൂടി ഒക്കെ ഒരു എന്താണ് പറയല് പിൽക്കാലത്തേക്ക് വരുന്ന സംഗതികളാണ്. എന്തായാലും അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. തെലുഗു, കന്നഡ. ദെൻ അതിനകത്ത് ഫോറിൻ അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ആർക്കിയോളജി, ന്യൂമിസ്മാറ്റിക്സ്, ഇൻസ്ക്രിപ്ഷൻസ്, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഇത്രയും ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു നെഗോഷിയേറ്റിംഗ് ദ സോഴ്സ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇനി നോക്കേണ്ട പ്രധാന സംഗതി എന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു സ്ക്രിപ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്കറിയോ? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് അല്ലെ. ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് വായിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ ഓൾഡസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ അത് വായിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആൻഡ് ഓൾഡസ്റ്റ് ഡിസൈഫേർഡ് സ്ക്രിപ്റ്റ്, അതായത് വായിച്ചെടുത്തിട്ടുള്ള ഏറ്റവും പഴയ സ്ക്രിപ്റ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ വായിച്ചെടുത്തിട്ടുള്ള ഏറ്റവും പഴയ സ്ക്രിപ്റ്റ് ആണ് ബ്രഹ്മി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് വാസ് റെഡ് ബൈ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ജെയിംസ് പ്രിൻസപ്പ് എന്നുള്ളതാണ്. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ വായിച്ചെടുത്തുള്ള ആളാണ് ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പേരാണ് അലക്സാണ്ടർ കണിംഗ്ഹാം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ASI, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1861 സ്ഥാപിക്കുന്നത്.
ആൻഡ് മറന്നുകൊണ്ട് അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്നുള്ളത് ASI എന്നുള്ളതാണ്. ASI ഇത് മിക്കവാറും നമുക്ക് കൺഫ്യൂഷൻ ആവുക ജോൺ മാർഷലിനെ വെച്ചിട്ടാണ്. ജോൺ മാർഷൽ ആണോ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണോ ASI സ്ഥാപിച്ചെന്ന കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓർത്ത് വെക്കുക ASI ആണ്. സോ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഇത് AS എന്നുള്ളത് കണക്ട് ചെയ്യുമ്പോൾ ജോൺ മാർഷലിനേക്കാളും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ളത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ആ രീതിയിൽ പഠിച്ചു വെക്കുക. ദെൻ ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് സ്ക്രിപ്റ്റിന് പ്രത്യേകം വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മലയാള ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് വേദിക് സാൻസ്ക്രിറ്റ് അല്ല കാളിദാസൻ ഉപയോഗിച്ച സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത്. ക്ലാസിക്കലും പ്രീ ക്ലാസിക്കലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ മലയാളമല്ല പഴയ മലയാളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ തമിഴ് അല്ല ശരിക്കുള്ള പഴയ തമിഴ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിരിക്കും, വളരെ കണക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ത്യയിലുള്ള ഒരു ഭാഷയായിരുന്ന ഹാരപ്പൻ സ്ക്രിപ്റ്റും പിന്നീട് വന്നിട്ടുള്ള ബ്രഹ്മി സ്ക്രിപ്റ്റും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടും രണ്ട് ഒറിജിനിലാണ്, അല്ലെങ്കിൽ രണ്ടും രണ്ട് ഭാഷാ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഹാരപ്പൻ സ്ക്രിപ്റ്റ് കൂടുതലും കണക്റ്റഡ് ആവുന്നത് ദ്രവീഡിയൻ സ്ക്രിപ്റ്റിനോടാണ്. എന്ന് വെച്ചാൽ അത് ദ്രവീഡിയൻ ഭാഷാ കുടുംബത്തിൽ വരുന്നതാണ്. നമ്മൾ ഉപേന്ദർ സിംഗിന്റെ പുസ്തകം എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഭാഷയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പൊതുവെ രണ്ട് ഫാമിലിയിലേക്കായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിനകത്ത് ഒന്ന് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബവും മറ്റൊന്ന് ദ്രവീഡിയൻ ഫാമിലിയുമാണ്. സോ ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ വരുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദി, പഞ്ചാബി, മറാത്തി, ബംഗാളി, ആസമീസ്, ഗുജറാത്ത്, സിന്ധി, ഒറിയ, നേപ്പാളി, കശ്മീരി, പേർഷ്യൻ, ഗ്രീക്ക്, ലാറ്റിൻ. അതായത് നമ്മുടെ ഇന്നത്തെ യൂറോപ്യൻ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ സംസാരിക്കുന്ന ഭാഷകളൊക്കെ എന്താണ് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയാണ്. ജർമ്മൻ, ഫ്രഞ്ച്, ഡച്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, അർമേനിയൻ ഇതൊക്കെ അതിനകത്ത് വരുന്ന യൂറോപ്പിലും ഏഷ്യയിലും അതായത് ഇന്ത്യയുടെ നോർത്തേൺ പ്രദേശങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഭാഷകളൊക്കെ നമ്മൾ ഈ പറയുന്ന ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ്. അതേസമയം ദ്രവീഡിയൻ ഫാമിലിയിൽ വരുന്ന ഭാഷയാണ് നമ്മുടെ സൗത്ത്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചാട്ടോ ഒരു വട്ടം ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്, മലയാളം, തെലുഗു, കന്നഡ, തുളു ഇതൊക്കെ എന്താണ് ദ്രവീഡിയൻ ഭാഷകളാണ്. അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ അതായത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കാണുന്ന ഒരു ഭാഷയാണ് ബ്രാഹുയി എന്ന് പറയുന്നത്. ഈ ബ്രാഹുയുടെ പ്രത്യേകത ശൈലി വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് തമിഴ്. തമിഴായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ഒരു ഭാഷയാണ് ബ്രാഹുയി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തരുന്നത് ഈ ബ്രാഹുയി മേ ബി നമ്മുടെ ദ്രവീഡിയൻസ് അതായത് ഹരപ്പൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ പിന്തുടർച്ചയിൽ വന്നിട്ടുള്ള ആൾക്കാർ അവിടെ താമസിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ബാക്കിയായ ആൾക്കാർ അവിടെ നിന്ന് അവരുപയോഗിച്ചു വന്നിട്ടുള്ള അതിന്റെ മാറ്റങ്ങളിലേക്ക് എത്തിയിട്ടുള്ളതാണ് ഈ ബ്രാഹ്മി ഭാഷ എന്നൊക്കെ പൊതുവെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഭാഷയാണ് സെൻട്രൽ ഇന്ത്യയിൽ പറയുന്ന ഒരു ഭാഷയാണ് ഗോണ്ടി എന്ന് പറയുന്നത്. ഇതും ഈ ദ്രവീഡിയൻ ഫാമിലിയിൽ വരുന്ന ഭാഷയാണ്. മറ്റൊന്നാണ് രാജ്മഹൽ ഹിൽസില് ഉപയോഗിക്കുന്ന മാൾട്ടോ ഭാഷ എന്ന് പറയുന്നത്. ഇതും ദ്രവീഡിയൻ ഫാമിലിയിൽ വരുന്ന ഭാഷയാണ്. സോ ഞാൻ പറഞ്ഞു തന്നത് ഭാഷയെ നമുക്ക് ഇങ്ങനെ രണ്ട് കുടുംബങ്ങളിലേക്ക് തിരിക്കാം എന്നുള്ളതാണ്. ദെൻ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ എന്താണ് പറയല് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു ഭാഷയാണ് സാൻസ്ക്രിറ്റ് എന്നുള്ളത്. സാൻസ്ക്രിറ്റ് ബിലോങ്സ് ടു ഇൻഡോ ഇറാനിയൻ ബ്രാഞ്ച് ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ്. അതായത് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ അതിന്റെ തന്നെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ ട്രീ കാണുന്നതായിരിക്കും. ഇതൊക്കെ ബ്രാഞ്ചുകളാണോ. സോ ഇതിലെന്ത് ചെയ്യുന്നുണ്ട് അതിലെ ഇൻഡോ ഇറാനിയൻ ബ്രാഞ്ചിലാണ് സാൻസ്ക്രിറ്റ് വരുന്നത്. ആൻഡ് പാലിയും പ്രാകൃതവും ഒക്കെ അതേ ഇൻഡോ ഇറാനിയൻ ബ്രാഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ലിറ്ററേച്ചറിനകത്തേക്ക് വരാം. സോ പ്രീ ക്ലാസിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് പ്രീ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ആണ് ചെയ്യുന്നത് ഋഗ്വേദയിലെ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഓഫ് കാളിദാസൻ. കാളിദാസന്റെ കാലത്താണ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് വരുന്നത്. നമ്മളല്ലേ ഷേക്സ്പിയറിന്റെ കാലത്ത് ഇംഗ്ലീഷ് അല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട്. പറഞ്ഞത് അത്തരത്തിൽ ഭാഷ ഓരോ വർഷം തോറും നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ എത്രയോ പുതിയ പുതിയ വാക്കുകൾ നമ്മുടെ ഭാഷയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. സോ അതിങ്ങനെ വർഷങ്ങൾ തോറും മാറിക്കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റഡ് ആവുന്ന ഒരു സംഗതിയാണത് എന്ന് ചുരുക്കം. എന്തായാലും ഇവിടെ വ്യത്യാസം ഉണ്ടായിരുന്നു മനസ്സിലാക്കുക. ഇനി 5-4 BC സെഞ്ചുറി BC-യിലാണ് പാണിനി എഴുതിയിട്ടുള്ള പുസ്തകമാണ് അഷ്ടധ്യായി. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഗതിയാണ് അഷ്ടധ്യായി എഴുതിയതാരാണ്, പാണിനിയുടെ പുസ്തകം ഏതാണ്. സോ അഷ്ടധ്യായി ഇറ്റ് വാസ് എ ഗ്രാമർ വർക്ക് ബൈ പാണിനി. ഞാൻ ആലോചിച്ചാൽ മതി. അഷ്ടധ്യായി 8 മണിക്കൂർ ജോലി. 8 എന്ന് വെച്ചാൽ അഷ്ട
ആൻഡ് അഷ്ടധ്യായി അഷ്ട അവേഴ്സ് പണി എന്ന് ആലോചിച്ചാൽ. സോ പാണിനിയാണ് അഷ്ടധ്യായി എഴുതിയിട്ടുള്ളത്. ഇത് മറന്നു പോയെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആവുന്ന വെച്ചാല് അടുത്ത ഒരാളോട് വരാണ്ട് പതഞ്ജലി എഴുതിയതാണ് മഹാഭാഷ്യം എന്നുള്ളത് ഒരു കമന്ററിയാണ് ശരിക്കും അഷ്ടധ്യായിന്റെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാണിനിയുടേതാണോ അഷ്ടധ്യായി, പതഞ്ജലിയുടേതാണോ അഷ്ടധ്യായി എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവും. സോ പാണി അഷ്ട അവേഴ്സ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പാണിനി എഴുതിയതാണ് അഷ്ടധ്യായി എന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ പാണിനിയുടെ അഷ്ടധ്യായിക്ക് ശേഷമാണ് മഹാഭാഷ്യ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യാം, അഷ്ടധ്യായിക്ക് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്, മഹാഭാഷ്യ വന്നിട്ടുള്ളത്. പാണിനിക്ക് ശേഷമാണ് പതഞ്ജലി വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കാം, അഷ്ടധ്യായം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് വിത്ത് എ അല്ലെ, അതിന്റെ മഹാഭാഷ്യ എം വെച്ചാണ് തുടങ്ങുന്നത്. സോ അഷ്ടധ്യായയുടെ ശേഷമാണ് എം വെച്ച് വരുന്ന മഹാഭാഷ്യ വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, പാണിനി PAN എന്നുള്ളതാണ്, അതേസമയം ഇവിടെ ടി എന്നുള്ളതാണ്. സോ MNOPQRST അല്ലെ. സോ പതഞ്ജലി വരുന്നത് പിന്നെയാണ്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഒരു ആൽഫബറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാം. ഒക്കെ നമുക്ക് ഓർത്തിരിക്കാനുള്ള സ്ട്രാറ്റജീസ് ആട്ടോ, മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ദ ഓൾഡസ്റ്റ് സർവൈവിംഗ് പ്രാകൃത് ഗ്രാമർ ടെക്സ്റ്റ്. സോ ഇതെല്ലാം സംസ്കൃത് ഗ്രാമർ ടെക്സ്റ്റുകളാണ്. പ്രാകൃത് ഗ്രാമർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വരരുചിയുടെ പ്രാകൃത പ്രകാശയാണ്. സോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രാകൃത് ഗ്രാമർ ടെക്സ്റ്റ് ആണ്. പ്രാകൃത പ്രകാശ, പ്രാകൃത പ്രകാശ ആൻഡ് പ്രാകൃത, നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ റ അക്ഷരങ്ങളുണ്ട്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, വരരുചി അതും ആ ഒരു റാ വെച്ചിട്ട് പിടിക്കുക. അദ്ദേഹം എഴുതിയതാണ് പ്രാകൃത പ്രകാശ, റിട്ടൺ ബൈ വരരുചി. അതിന്റെ പ്രാകൃത ഭാഷന്റെ ഗ്രാമറാണ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴ് ഗ്രാമർ ടെക്സ്റ്റ് ആണ് തൊൽക്കാപ്പിയം എന്ന് പറയുന്നത്. റിട്ടൺ ബൈ, അതും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, റിട്ടൺ ബൈ തൊൽക്കാപ്പിയർ അല്ലെ. തൊൽക്കാപ്പിയർ എഴുതിയാണ് തൊൽക്കാപ്യം എന്ന് പറയുന്നത്. സോ പഠിക്കാൻ എളുപ്പമാണ്. അതിന്റെ തമിഴാണ് സിമ്പിൾ അല്ലെ, പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മലയാളികൾക്ക് അത്യാവശ്യം അറിയുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ തൊൽക്കാപ്യം എഴുതിയത് തൊൽക്കാപ്പിയർ ആണ്, തമിഴ് ഗ്രാമർ ടെക്സ്റ്റ് ആണ് തൊൽക്കാപ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സോഴ്സുകൾ എന്ത് ചെയ്യാം, വി ക്യാൻ categorize into 3, മൂന്നായിട്ട് തിരിക്കാം, ലിറ്റററി, ആർക്കിയോളജിക്കൽ ആൻഡ് ഫോറിൻ അക്കൗണ്ട്സ്. അത് ലിറ്റററിനകത്ത് തന്നെ വരുന്ന സംഗതികൾ തന്നെയാണ് കേട്ടോ. എന്തായാലും ലിറ്റററി സോഴ്സ്, ആർക്കിയോളജിക്കൽ സോഴ്സ് നമുക്ക് തിരിക്കാം. പിന്നെ ലിറ്റററി സോഴ്സ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇനിയും ഈ ലിറ്റററി സോഴ്സിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും മോസ്റ്റ് ഓഫ് ദി ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ കണ്ടെയ്ൻസ് മച്ച് ഓഫ് ദ ഡീൽസ് വിത്ത് റിലീജിയൻ. അറിയാലോ, നമ്മുടെ ലിറ്റററി സോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അത് മിക്കവാറും റിലീജിയനെ സംബന്ധിച്ച്, തിയോളജിനെ സംബന്ധിച്ച്, കോസ്മോളജി, കോസ്മോഗ്നി, മാജിക്, റിച്വൽ, പ്രയേഴ്സ്, മിത്തോളജി, ഇത് നമ്മുടെ ഈ പറഞ്ഞ ലിറ്റററി ടെക്സ്റ്റുകൾ നമുക്ക് ചരിത്രം കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ്. എന്നാൽ ചരിത്രം അതിനകത്ത് ഉണ്ട്, അതിനകത്തുനിന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു പണി നമുക്ക് അറിയണം എന്ന് ചുരുക്കം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വേദാസ് ആണ്. വേദാസ് വെച്ചാൽ ശ്രുതി ലിറ്ററേച്ചറിനകത്ത് വരുന്നതാണ്. ഞാൻ അടുത്തൊരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ശ്രുതി ആൻഡ് സ്മൃതി രണ്ട് കാറ്റഗറിയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വേദ എന്ന് പറയുന്ന ഈ ഒരു സാൻസ്ക്രിറ്റ് വേർഡ് ഉണ്ടായിട്ടുള്ളത് വിത്ത് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്. ഇറ്റ് മീൻസ് ടു നോ, ഓക്കെ, അല്ലെങ്കിൽ അറിയുക എന്താണ് പറയല് എന്നർത്ഥമുള്ള വിത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് വേദ എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിനകത്ത് വരുന്നത് നമുക്ക് അറിയാം വേദ സംഹിതാസ്, സംഹിതാസ്, ബ്രാഹ്മണാസ്, ആരണ്യകാസ് എന്നാണ്. അപ്പൊ എന്താണ് സംഹിത എന്ന് ശരിത്രേ ഉള്ളൂ, ഋഗ്വേദ സംഹിത, സാമവേദ സംഹിത, ഇങ്ങനെയുള്ള സംഹിത എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വേദിക് ടെക്സ്റ്റിനെ നമ്മൾ ചെയ്യുന്നത് സംഹിത എന്ന് പറഞ്ഞാൽ അതിന് ഡിഫറെന്റ് ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും. അതിലെ അടുത്ത സ്ലൈഡുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിനകത്ത് ഒരു ക്ലാരിറ്റി തരാം. സോ സംഹിത എന്ന് വെച്ചാൽ ബേസിക്കലി ആ ഒരു വേദ ടെക്സ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ബ്രാഹ്മണാസ് എന്നുള്ളതാണ്. ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, പ്രോസ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ്. അതായത് വേദയുടെ അകത്തുള്ള വേഴ്സുകളെ ഒരു കഥാരൂപത്തിൽ, ഗദ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രോസ് എക്സ്പ്ലനേഷൻ. നമ്മളറിയാം ഈ ഒരു ഖുർആനൊക്കെ തഫ്സീർ എന്നൊക്കെ പറയും, ആ കോണ്ടെക്സ്റ്റ് ഒക്കെ വിവരിക്കുന്ന ഒരു സംഗതി. സോ അത്തരത്തിലൊരു സാധനമാണ് പ്രോസ് എക്സ്പ്ലനേഷൻ ആണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആരണ്യകാസ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഫിലോസോഫിക്കൽ ടെക്സ്റ്റുകളാണ്. ആൻഡ് അത് ഈ മുനിമാരൊക്കെ അല്ലെങ്കിൽ സേജുകൾ കാട്ടിലൊക്കെ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ഫോറസ്റ്റ് ടെക്സ്റ്റുകൾ എന്നാണ് നമ്മളതിൽ പറയാം. ആരണ്യക എന്ന് വെച്ചാൽ ഫോറസ്റ്റ് എന്നുള്ളതാണ്. ഫോറസ്റ്റ് ടെക്സ്റ്റുകൾ എന്നുള്ളതാണ് ആരണ്യകാസ് എന്ന് പറയുന്നത്.
സോ അതും ഒരു ഫിലോസഫിക്കൽ വേയിലുള്ള സംഗതികളാണ് എന്നും ഓർത്തു വെക്കുക. പിന്നെ അതിനകത്ത് വരുന്ന മറ്റൊരു ഏരിയയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഞാനത് കൊടുത്തിട്ടുണ്ട്, ആ സമയത്ത് പറയാം. സോ ബ്രാഹ്മണാസ് എന്ന പ്രോസ് എക്സ്പ്ലനേഷൻ ആണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഋഗ്വേദ അല്ലെങ്കിൽ വേദ സംഹിതയുടെ പ്രോസ് എക്സ്പ്ലനേഷൻ ആണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലനേഷൻസ് ഓഫ് സാക്രിഫിഷ്യൽ റിച്വൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ആരണ്യകാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാക്രിഫിഷ്യൽ റിച്വൽസ് ഇൻ സിംബോളിക് ആൻഡ് ഫിലോസഫിക്കൽ വേ, അതിനകത്ത് ഫോറസ്റ്റ് ടെക്സ്റ്റുകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഉപനിഷത്തുകളാണ്. ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്ക് ജസ്റ്റ് പറയാം, വേദ എന്ന് പറയുന്ന വാക്കുണ്ടായത് വിദ് എന്നുള്ളതാണ് പോലെ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉപനിഷത്ത്. ഓക്കെ, 3 വാക്കുകളിൽ നിന്നാണ് ഉപനിഷത്ത് എന്നുള്ള ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഉപ എന്ന് വെച്ചാല് നിയർ എന്നുള്ളതാണ്, അടുത്ത് എന്നുള്ളത്. നീ എന്ന് വെച്ചാൽ ഡൗൺ എന്നുള്ളത്. ഷത് എന്ന് വെച്ചാൽ സിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ സിറ്റ് ഡൗൺ നിയർ, ഓക്കെ, അല്ലെങ്കിൽ സിറ്റ് നിയർ ഡൗൺ എന്നുള്ള ആരുടെ അടുത്തായിരിക്കും? നിയർ എന്ന് പറയുന്നത് ഡൗൺ എന്ന് വെച്ചാൽ ഗുരുവിന്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിലത്ത് ഗുരുവിന്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതെല്ലാം, അതായത് വേദാസ് എന്ന് നമ്മൾ പറയുന്ന വേദാസ് അല്ലാത്തതെല്ലാം എന്താണ്? ആരണ്യകാസ്, ബ്രാഹ്മണാസ്, ഉപനിഷത്ത്, ഇതെല്ലാം ശ്രുതി ടെക്സ്റ്റുകളാണ്. സ്ലൈഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, വേദാസ് എല്ലാം സ്മൃതി ടെക്സ്റ്റുകളാണ്. ഈ ഉപനിഷത്ത്, ആരണ്യകാസ്, പിന്നെന്താണ് ബ്രാഹ്മണാസ് ഒക്കെ എന്താണ്? ശ്രുതി ടെക്സ്റ്റുകളാണ്. സോ സ്മൃതി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി റിവീൽഡ് ഫ്രം ഗോഡ് ആണ്, അതായത് ദൈവം പറയുന്നതാണ്. ശ്രുതി ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മുനിമാരൊക്കെ തപസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന, അവർ ചിന്തിക്കുന്ന ഇൻഫർമേഷൻ ആണ് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ ബ്രാഹ്മണാസ് ഓഫ് ഋഗ്വേദ, ഋഗ്വേദയുടെ ബ്രാഹ്മണാസ് ആണ്. ഒന്ന് ഐതരേയ ബ്രാഹ്മണ, മറ്റൊന്ന് കൗശിതകി ബ്രാഹ്മണ. അത് ഞാൻ വേറെ തന്നെ ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ കൂടുതൽ അതിൽ എല്ലാതുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്, സുഖമായിട്ട് മനസ്സിലാവും. ഐതരേയ ബ്രാഹ്മണ എഴുതിയിട്ടുള്ളത് മഹിദാസ് ഐതരേയ എന്നുള്ളതാണ്. അയാൾ എഴുതിയോണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത് ഐതരേയ ബ്രാഹ്മണ എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് എന്ത് പറയുന്നത് അശ്വലയന ബ്രാഹ്മണ എന്നും പറയുന്നത്. ഐതരേയ ബ്രാഹ്മണൻ തന്നെ അശ്വലയന ബ്രാഹ്മണ എന്നും പറയും. Then the Aidharaya and Shadapata Brahmana mention a monarch named Para. പര എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി പറയുന്നുണ്ട്. ഹു പെർഫോംഡ് അശ്വമേധ സാക്രിഫൈസ് അലോങ് വിത്ത് ഐന്ദ്ര മഹാഭിഷേക്. സോ ഐന്ദ്ര മഹാഭിഷേകവും അശ്വമേധ സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു, പര എന്ന് പറയുന്നത്. അയാളെ പറ്റി പറയുന്നത് ഐതരേയ ബ്രാഹ്മണയും അതുപോലെ തന്നെ ശതപഥ ബ്രാഹ്മണയും. ജസ്റ്റ് ഓർത്ത് വെക്കാട്ടോ. പിന്നെ കൗശികി ബ്രാഹ്മണ, അതിനകത്ത് ബിലോങ്സ് ടു വത്കാലോർ ബഷ്കല ശാഖ ഓഫ് ദ ഋഗ്വേദ. ഋഗ്വേദയുടെ ബഷ്കല ശാഖയായിട്ട് ബന്ധപ്പെട്ടാണ് കൗശികി ബ്രാഹ്മണ വരുന്നത്. അതിനെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു സംഗതിയാണ് സാങ്ക്യാന ബ്രാഹ്മണ എന്ന് പറയുന്നത്. കൗശികി ഓൾസോ നോൺ ആസ് സാങ്ക്യാന ബ്രാഹ്മണ. ദെൻ ഈ സാങ്ക്യാന ബ്രാഹ്മണ എന്ന് പറയുന്നത് ഐതരേയ ബ്രാഹ്മണേക്കാളും വൈകിട്ട് എഴുതിയിട്ടാണ്. ഇത് കൂട്ടത്തിൽ പ്രായം കൂടുതൽ ഐതരേയ ബ്രാഹ്മണക്കാണ്. കൗശികി ബ്രാഹ്മണ അല്ലെങ്കിൽ സാങ്ക്യാന ബ്രാഹ്മണ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യങ്ങർ ദാൻ ഐതരേയ ബ്രാഹ്മണ എന്നുള്ളതാണ്. പിന്നെ വേദാസ് എന്ന് പറയുന്നത് ശ്രുതി ലിറ്ററേച്ചർ ആണ്. ആൻഡ് വേദാംഗാസ്, പുരാണാസ്, ഉപനിഷത്ത്, ധർമ്മസൂത്ര, നീതി ശാസ്ത്ര, ഇതെല്ലാം എന്താണ് സ്മൃതി ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ വേദാസ് എന്ന് ശ്രുതിയാണ്. ശ്രുതി എന്ന് വെച്ചാൽ അറിയാലോ, ഹേർഡ് എന്നുള്ളതാണ്, കേട്ടത് എന്നുള്ളതാണ്. ആൻഡ് സ്മൃതി എന്ന് വെച്ചാൽ റിമെമ്പേർഡ്, ഓർത്തെടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ പറഞ്ഞു തന്നത് വേദാസ് ഡയറക്ട്ലി റിവീൽഡ് ബൈ ഗോഡ് ആണ്. അതേസമയം സ്മൃതി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സീയർസ് ഒക്കെ അവര് ഈ മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള തോട്ട്സുകളാണ്. അതാണ് സംഭവം, അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് നമ്മുടെ ഋഗ്വേദ എന്ന് പറയുന്നത്. ഋഗ്വേദയിൽ ഇതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, പിന്നെ അതുപോലെ തന്നെ അത് പഠിക്കും ചെയ്യാം. അതിനുള്ളൊരു സാഹചര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഋഗ്വേദയിലെ 10 ബുക്കുകളാണുള്ളത്. അതിനാണ് നമ്മൾ മണ്ഡലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ്. ഓക്കെ, ഋഗ്വേദയില് 10 ചാപ്റ്റേഴ്സ് ആണ്, 10 മണ്ഡലാസ് ആണുള്ളത്, 10 ബുക്കുകളാണുള്ളത്. അതുപോലെ തന്നെ 1028 ഹൈംസ്, 1028 സൂക്തങ്ങളും എവിടെയുണ്ട്? ഋഗ്വേദയുടെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിന് വരുന്നത് സാമവേദയാണ്. നെക്സ്റ്റ് സാമവേദ. സാമവേദയില് കുറച്ചുകൂടി കൂടുതൽ സൂക്തങ്ങളുണ്ട്, 1810 സൂക്തങ്ങളുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് സാമവേദയില്
കൂടുതൽ സൂക്തങ്ങൾ ഉണ്ടാവും. കാരണം അതിനകത്ത് മിക്കവാറും സാധനങ്ങളൊക്കെ ഋഗ്വേദയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ സാമവേദ ഋഗ്വേദനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട് എന്ന് ആലോചിക്കുക. പക്ഷെ സാമവേദയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ മ്യൂസിക്കൽ നൊട്ടേഷൻ മെലഡീസ്. ഓക്കെ, സോ അതിനൊരു മ്യൂസിക്കൽ നൊട്ടേഷനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് സാമവേദം എന്ന് വെച്ചാൽ. ആൻഡ് സംഗീതത്തിനെ പറ്റി പറയുന്ന വേദ എന്ന് പറയുന്നതൊക്കെ സാമവേദം തന്നെയാണ്. പിന്നെ ഇവിടെ അതിന്റെ ഒറിജിനൽ മെലഡീസ് ആർ ലോസ്റ്റ് എന്ന്, ശരിക്കും ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് എന്താണ് പറയലേ അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതും അതിൽ കാണാനായിട്ട് പറ്റും. പിന്നെ അതിനകത്ത് യജുർവേദ എന്നുള്ളതാണ്. ആൻഡ് യജുർവേദ ഡീൽസ് വിത്ത് യാഗാസ്, അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, യാഗാസ്, യജ്ഞാസ് ഓർ റിച്വൽസ് എന്നുള്ളതാണ്. ഓക്കെ, യജുർവേദം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റിച്വൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടെക്സ്റ്റ് ആണ്. ഹലോ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേദാസിനെ നമുക്ക് എന്ത് ചെയ്യാം, ശ്രുതി ലിറ്ററേച്ചർ ആയിട്ട് പരിഗണിക്കാം. അതേസമയം നമ്മുടെ സ്മൃതി ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് വേദാംഗ, പുരാണ, എപ്പിക്, ധർമ്മശാസ്ത്ര, നീതി ശാസ്ത്രം, അങ്ങനെയുള്ള ടെക്സ്റ്റുകളൊക്കെ എന്താണ് സ്മൃതിയാണ്. ആൻഡ് ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹേർഡ് എന്നുള്ളതാണ്, സ്മൃതി എന്ന് വെച്ചാൽ റിമെമ്പേർഡ് എന്നുള്ളതാണ്. ദെൻ നമ്മള് നമ്മുടെ ഋഗ്വേദനെ സംബന്ധിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത്. സോ യജുർവേദയിലാണ് നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത്. ആൻഡ് അതിന്റെ ബാക്കി പറയുകയാണെങ്കിൽ യജുർവേദ എന്ന് പറയുന്നത് യജ്ഞാസ്, യാഗാസ് ഇതൊക്കെ യജുർവേദയിലാണ് വരുന്നത്, അല്ലെങ്കിൽ റിച്വൽസ്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രാക്ടീസ് ഒക്കെ ഞാൻ യജുർവേദ, യജ്ഞ, യാഗ എന്നൊക്കെ പറയാൻ കാരണം ആ ഒരു യാ എന്നുള്ള ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ വൈ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സുഖമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സാക്രിഫൈസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അഥർവവേദ, നാലാമത്തെ വേദയാണ് അഥർവവേദ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് നോൺ ആര്യൻ വേദ എന്നറിയപ്പെടുന്നതൊക്കെ അഥർവവേദയാണ്. നോൺ ആര്യൻ വേദ. അതുപോലെ തന്നെ അഥർവ എന്ന് വെച്ചാൽ നിങ്ങൾ അധർമ്മം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അങ്ങനെ അധർമ്മം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അധർമ്മം എന്ന് വെച്ചാൽ ഇവിടെ സ്പെൽസ്, മാജിക്, ചാംസ് ഇങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടിയും പ്രശ്നം പിടിച്ച ഒരു ഏരിയ ആയിരുന്നു ശരിക്കും ബ്ലാക്ക് മാജിക് പറഞ്ഞ് അഥർവവേദയിലാണ് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഓർത്ത് വെക്കുക, ആയുർവേദ ഈസ് എ പാർട്ട് ഓഫ് അഥർവവേദ. അറിയുമെന്ന് വിചാരിക്കുന്നു. സോ സാമവേദയുടെ ഭാഗമാണ് സംഗീതം, അല്ലെങ്കിൽ സാമവേദം സംഗീതം മ്യൂസിക് എന്നുള്ള ഓർത്ത് വെക്കുക. ദെൻ അഥർവവേദയുടെ പാർട്ടാണ് ആയുർവേദ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മണ്ഡലാസ് ആർ ദെയർ ഇൻ ഋഗ്വേദ? നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞോളൂ, ഋഗ്വേദത്തിൽ എത്ര മണ്ഡലാസ് ഉണ്ട്? 8, 9, 10, 11. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കട്ടോ. ഓപ്ഷൻ 3 ദാറ്റ് ഈസ് 10. ഋഗ്വേദത്തിൽ എന്തുണ്ട്? 10 മണ്ഡലാസ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ, അതിന്റെ ആദ്യത്തെ മണ്ഡലം ഏതാണ്, അവസാനത്തെ ഏതാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ക്രോണോളജി ഓഫ് ഋഗ്വേദ, ഋഗ്വേദയുടെ ഒരു ക്രോണോളജി നമ്മൾ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മാക്സ് മുള്ളറിന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഋഗ്വേദ അതായത് 600 BC മുതൽ 1000 BC വരെയുള്ള സമയത്താണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ആണ് അതിൽ കവർ ചെയ്യുന്നത്. ദെൻ അതിന് ശേഷം എന്താണ് പറയലേ, മറ്റു ചില സ്കോളേഴ്സിന്റെ അഭിപ്രായത്തിൽ 1500 to 1000 BC വരെയുള്ള സമയമാണ് അതിൽ കവർ ചെയ്യുന്നത്. ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്ന 1000 to 500 BC വരെയുള്ള സമയത്താണ് ഋഗ്വേദ അല്ലാത്ത മറ്റു 3 വേദങ്ങളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഋഗ്വേദ 1500 to 1000 BC എന്നുള്ളതാണ് പൊതുവെ നമ്മൾ എടുക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് ഇത് മാക്സ് മുള്ളറിന്റെ ഒപ്പീനിയൻ ആണ് എന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഏർലി വേദിക് എന്ന് പറയുന്നതാണ് നമുക്കറിയാം 1500 to 1000 BC വരെയുള്ള ഒരു സമയത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറെന്റ് ആയിട്ട് ഒപ്പീനിയൻ 1600 to ഒക്കെ കാണാൻ പറ്റും. അതിൽ പറഞ്ഞു വരുന്നത് ഏർലി വേദിക് പീരീഡിൽ ദേ വേർ സെറ്റിൽഡ് ഇൻ സപ്ത സിന്ധു റീജിയൻ. അവര് സപ്ത സിന്ധു റീജിയനിലാണ് ഈ പറഞ്ഞ ആര്യൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് ഈ സപ്ത സിന്ധു റീജിയന് അവർ അറിയപ്പെട്ടിരുന്ന പേരാണ് ബ്രഹ്മവർത്ത എന്ന് പറയുന്നത്. ബ്രഹ്മവർത്ത നമുക്ക് പഠിച്ചു വെക്കണേ. ഇത് നമ്മള് വേറെ തന്നെ വേദിക് പീരീഡ് പറയുമ്പോൾ പറയും, ബട്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഈ സപ്ത സിന്ധു എന്ന് പറയുന്നത് നമ്മളറിയില്ലേ പഞ്ചാബ് റീജിയൻ ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാണ്. ദെൻ അതിനാണ് ശരിക്കും ലാൻഡ് ഓഫ് ഗോഡ്സ് എന്നൊക്കെ പറയുന്നത്, ലാൻഡ് ഓഫ് ഗോഡ്സ്. പിന്നെ അതിനുശേഷം ലേറ്റർ വേദിക് പീരീഡിലാവുന്ന സമയത്ത് എന്താണ് പറയലേ, ലേറ്റർ വേദിക് പീരീഡ് ആവുന്ന സമയത്ത് അവർ നേരെ എന്ത് ചെയ്യുന്നു, സപ്ത സിന്ധുവിൽ നിന്ന് മൈഗ്രേറ്റഡ് ടുവാർഡ്സ് ഗാംഗറ്റിക് പ്ലെയിൻ. ഗാംഗറ്റിക് പ്ലെയിനിലേക്ക്, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നു.
ആൻഡ് അത് ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ആര്യവർത്ത എന്നാണ്. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചിലപ്പോൾ മാത്സ് ഫോളോയിലൊക്കെ കാണാനായിട്ട് പറ്റും. സോ ആര്യവർത്തയിലാണ് ഗാംഗറ്റിക് പ്ലെയിനിനെ അവര് ഇട്ടിരുന്ന പേര് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു എന്താണ് പറയാ ലെറ്റർ വേദിക് പീരീഡ് ആകുമ്പോൾ അവർ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെയാണ് അയൺ ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അതാണ് പിന്നെ മഹാജനപദങ്ങളിലേക്ക് നയിച്ചത്, മഗധയൊക്കെ ഡെവലപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി ഋഗ്വേദ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിലെ വരുണ സൂക്തയില് ഇറ്റ് പ്രൈസസ് വരുണ. വരുണ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, വരുണനെ പ്രൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വരുണ സൂക്തയുടെ അകത്ത് ഒരു ശുനാശേബയുടെ കഥയൊക്കെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഓർത്ത് വെക്കട്ടെ, ഡീറ്റെയിൽ ആയിട്ടിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് സഭാപർവ, മഹാഭാരതയാണ്. ഇത് ഋഗ്വേദയല്ല, മഹാഭാരതയുടെ സഭാപർവ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ഞാൻ ജസ്റ്റ് കുറച്ച് റാൻഡം പോയിന്റ്സ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചതാണ്. പർവ എന്ന് പറയുന്ന ആ ഒരു പർവ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനകത്താണ് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്നത്. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ രാജ്യസഭ, ലോകസഭ, നിയമസഭ അങ്ങനെ സഭകളുണ്ടല്ലോ, ഇതൊക്കെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്ന ഏരിയാസ് ആണ്. സോ സഭാ പർവ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഡീലിംഗ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ശാന്തി പർവ, മഹാഭാരതയുടെ ശാന്തി പർവയുടെ അകത്ത് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ റൂളർ, അല്ലെങ്കിൽ രാജധർമ്മ ഡീൽ ചെയ്യുന്നത് ശാന്തി പർവയുടെ അകത്താണ്. അതും പഠിക്കാൻ സുഖമാണ്. അതായത് ആലോചിച്ചാൽ മതി, ഒരു നാട്ടിൽ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, അവിടുത്തെ രാജാവ് അയാളുടെ ധർമ്മം മര്യാദയ്ക്ക് പാലിക്കണം, അല്ലെ? അല്ലെങ്കിൽ രാജാവ് മര്യാദയ്ക്ക് ഭരിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ. സോ ശാന്തി പർവ ഡീൽസ് വിത്ത് രാജധർമ്മ. ദെൻ ഒരു ചോദ്യം നോക്കാം. The Aitareya and Shatapatha Brahmana mention the name of which monarch who performed Ashwamedha sacrifice along with Aindra Mahabhishek? നേരത്തെ പറഞ്ഞതാണ്, അശ്വമേധ സാക്രിഫൈസും ഐന്ദ്ര മഹാഭിഷേകമൊക്കെ നടത്തിയിരുന്ന ഒരു റൂളറിനെ പറ്റിയിട്ട് ഐതരേയ അതുപോലെ ശതപഥ ബ്രാഹ്മണയൊക്കെ പറയുന്നുണ്ട്. ഏതാണ് ആ റൂളർ എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് റൂളർ ഈസ് ഓപ്ഷൻ എ പര എന്നുള്ളതാണ്. സോ പര എന്ന് പറയുന്ന റൂളറാണ് ഈ പറഞ്ഞ എന്താണ് പറയല് സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. എഗെയിൻ അടുത്ത ഒരു ക്വസ്റ്റ്യനും പരയെ സംബന്ധിച്ച് തന്നെയാണ്. കിങ് പര ഈസ് അസോസിയേറ്റഡ് വിത്ത് കിങ്ഡം ഓഫ്. കിങ് പര ഏത് നാട്ടിലെ രാജാവായിരുന്നു എന്നുള്ളതാണ്. കോസല, കാശി, മല്ല, കംബോജ. സോ അതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കോസല എന്നുള്ളതാണ്. സോ കോസലയിലെ രാജാവായിരുന്നു പര എന്ന് പറയുന്നത്. ആൻഡ് എങ്ങനെ പറയല്, 1 സെക്കൻഡ്. ഓക്കെ, സോ ഒരുപാട് ആൻഷ്യൻ ടെക്സ്റ്റുകൾ ലൈക്ക് ജാതക ടെക്സ്റ്റുകൾ, രാമായണ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കിങ് പരയെ സംബന്ധിച്ച് സ്പെസിഫൈ ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഈ ജാതക ടൈൽസിലൊക്കെ കിങ് പര എന്ന് പറഞ്ഞാൽ വളരെ വയസ്സായിട്ടുള്ള, ഭയങ്കര ജസ്റ്റ് ആയിട്ടുള്ള, നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു, രാജാവായെന്നൊക്കെ പറയുന്നുണ്ട്. സിമ്പിൾ വേർഡ്സ് ആലോചിച്ച് വെക്കുക. കിങ് പര വാസ് ദ റൂളർ ഓഫ് കോസല. അങ്ങനെ വെച്ചാൽ മതി. ഒരു എങ്ങനെ അറിയില്ലേ, കിങ് പാര കൊണ്ട് അടിച്ചു അപ്പൊ കേസായി എന്നൊക്കെ ആലോചിക്കുക. അങ്ങനെ വെച്ചിട്ട് കോസലയിലേക്ക് എത്തണം. ഓക്കെ, കേസില്ല അല്ലെങ്കിൽ എങ്ങനെ വെച്ചാൽ മതി, കിങ് പാര കൊണ്ട് അടിച്ചു, കേസില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, കോസല എന്നിലേക്ക് എത്തിക്കണം. ഇനി അടുത്തതാണ് ബ്രാഹ്മണാസ് ഓഫ് സാമവേദ. സാമവേദയുടെ ബ്രാഹ്മണാസ് ആണ്. ഇറ്റ് ഹാസ് 10 ബ്രാഹ്മണാസ്. അതില് 10 ബ്രാഹ്മണാസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ബ്രാഹ്മണയാണ് താണ്ഡ്യ മഹാബ്രാഹ്മണ അല്ലെങ്കിൽ പഞ്ചവിംശ ബ്രാഹ്മണ എന്ന് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെ പറയല്, ഒരു പ്രത്യേകം സാക്രിഫൈസ് ഉണ്ട്. അത് പ്രകാരം പീപ്പിൾ ഡിസ്ട്രോയ് ദ കിങ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കിങ്ങിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ യാഗം നടത്തിയിരുന്നു എന്ന് പറയുന്നത് താണ്ഡ്യ മഹാബ്രാഹ്മണയിലാണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ ജൈമിനീയ ബ്രാഹ്മണ, സദ്വിംശ ബ്രാഹ്മണ, സമവിധാന ബ്രാഹ്മണ. ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ജൈമിനീയ, താണ്ഡ്യ മഹാബ്രാഹ്മണ. ദെൻ അതിനകത്ത് അടുത്തത് ഇത്രയും ജസ്റ്റ് 1-2 ജസ്റ്റ് ഓർത്ത് വെക്കുക. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സാധ്യതയൊന്നുമില്ല. എന്നാലും നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതും ഓർത്ത് വെക്കുക. ഇനി ബ്രാഹ്മണാസ് ഓഫ് യജുർവേദ. യജുർവേദയുടെ ബ്രാഹ്മണാസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ദെൻ യജുർവേദയുടെ പ്രധാനപ്പെട്ട ബ്രാഹ്മണയാണ് ഒന്ന് കഥാക ബ്രാഹ്മണ, ദെൻ കൃഷ്ണ ബ്രാഹ്മണ, ദെൻ ഇതിനകത്ത് തൈതിരീയ ബ്രാഹ്മണ, ശതപഥ ബ്രാഹ്മണ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബാക്കിയുള്ളതൊക്കെ വിട്ടാലും ഇത് രണ്ടും ഒരു കാരണവശാലും ഒഴിവാക്കുക. തൈതിരിയ ആൻഡ് ശതപഥ എന്ന് പറയുന്നത്. ദെൻ ഇത്ര അറിയിക്കുക, തൈതിരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രാഹ്മൺ ഓഫ് യജുർവേദ. തൈതിരിയ യജുർവേദ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. തൈതിരിയ എന്ന് പറയുന്നത് ഇസ് ദ ബ്രാഹ്മൺ ഓഫ് യജുർവേദ. ഇനി അഥർവവേദയുടെ കേസാണ്.
അഥർവവേദ ഹാസ് ഓൺലി വൺ ബ്രാഹ്മണ, ദാറ്റ് ഈസ് ഗോപദ ബ്രാഹ്മണ. അഥർവവേദക്ക് എന്താണ്? ഒരൊറ്റ ബ്രാഹ്മണേ ഉള്ളൂ, അതാണ് ഗോപദ ബ്രാഹ്മണ എന്ന് പറയുന്നത്. ഇത്ര ആലോചിക്കുക. എന്താണ് പറയല്, അഥർവ എന്ന് പറയുന്നത് അധർമ്മം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഓർക്കുണ്ടാവും വിചാരിക്കുന്നു. സോ അധർമ്മം ആയതുകൊണ്ട് തന്നെ ഗോപാത, അല്ലെങ്കിൽ അതുകൊണ്ട് ആയിക്കൂടെ അങ്ങോട്ട് പൊയ്ക്കോന്ന് പറയില്ല, ആ പാതയിലൂടെ അങ്ങോട്ട് പൊയ്ക്കോന്ന് പറയാം. അങ്ങനെ ആലോചിച്ചാൽ മതി, വളരെ അധർമ്മമാണല്ലോ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് വെക്കുക. സോ ഗോപദ ബ്രാഹ്മണ എന്നുള്ളതാണ് അഥർവ വേദയുടെ ബ്രാഹ്മണ എന്ന് പറയുന്നത്, ദ വൺ ആൻഡ് ഓൺലി ബ്രാഹ്മണ. ഇനി ഞാനിവിടെ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബാക്കി സംഹിത, ബ്രാഹ്മണ, അരണ്യക, ഉപനിഷത്തുകളൊക്കെ ഉണ്ട്. ഋഗ്വേദയുടെ സംഹിതയാണ് ശകല, അതുപോലെ ബസ്കല എന്ന് വെച്ചാൽ റിസെൻഷൻസ് നമ്മൾ പറയാം. വേറെ തന്നെ സ്ലൈഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്തതില്. അത് ശാഖകളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഋഗ്വേദ സംഹിത എന്ന് പറയുന്നത്. ദെൻ ബ്രാഹ്മണ, ഇത് ഋഗ്വേദയുടെ ബ്രാഹ്മണനാണ്. ഐതരിയ, കൗശതകി എല്ലാം ഋഗ്വേദയുടെ ബ്രാഹ്മണയായിട്ട് വരുന്നതാണ്. ഈ ഐതരയ ആണിത്, നോട്ട് തൈതരിയ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. തൈതരിയ എന്ന് പറയുന്നത് യജുർവേദയുടെയാണ്. പിന്നെ ആരണ്യക, ഐതരയ ആരണ്യക, ഉപനിഷത്താണ് ഐതരയ, കൗശതകി, ഇതൊക്കെ ഋഗ്വേദയുടേതാണ്. then അഥർവേദയിലേക്ക് വരികയാണെങ്കിൽ അഥർവേദ, അതിനകത്ത് ശൗനക, പൈപ്പലാദ, ഇത് രണ്ടുമാണ് ഇതിന്റെ റിസെൻഷ്യസ് പറയുന്നത്. അഥർവേദക്ക് ഒറ്റ ബ്രാഹ്മണേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗോപദ ബ്രാഹ്മണ. ദെൻ മുണ്ടക, പാർശ്ന, സെക്കൻഡ് ഒന്ന് വലിപ്പം കൂട്ടി വെച്ചിട്ടുണ്ട്. ദെൻ മാണ്ഡുക, കൈവല്യ, ഇതൊക്കെയാണ് അഥർവവേദയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഇനി സാമവേദയുടെ എന്താണ് പറയല്, സംഹിതയാണ്. സാമവേദത്തിന്റെ കൗതുമ, രണനീയ, ജൈമിനീയ. ആൻഡ് ജൈമിനീയ ബ്രാഹ്മണ, താണ്ഡ്യമഹാബ്രാഹ്മണ, അതിനാണ് പഞ്ചവിംസ എന്ന് പറയുന്നത്. അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കിങ്ങിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു സാക്രിഫൈസിനെ പറ്റി പറയുന്നത്. പിന്നെ ആരണ്യകയാണ് ജൈമിനീയ, ഉപനിഷത്ത്, അതുപോലെ ബ്രാഹ്മണ, തലവക്കര എന്നൊക്കെ പറയുന്നത് സാമവേദയുടെ ആരണ്യകയാണ്. ദെൻ ചണ്ഡോഗ്യ, കേന, ഇതൊക്കെ എന്താണ്? സാമവേദയുടെ ഉപനിഷത്തുകളുമാണ്. ദെൻ അടുത്തതാണ് യജുർവേദ. യജുർവേദയിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് കൃഷ്ണ യജുർവേദ, മറ്റേത് ശുക്ല യജുർവേദ. ബ്ലാക്ക് യജുർവേദ, വൈറ്റ് യജുർവേദ എന്നുള്ളതാണ്. ദെൻ കൃഷ്ണ യജുർവേദയുടെ സംഹിതയാണ് തൈതിരിയ, അതുപോലെ മൈത്രയാനി, അതിനാണ് അപസ്തംഭ്യ എന്നൊക്കെ പറയുന്നത്. ദെൻ തൈതിരിയ, അതിനകത്ത് തൈതിരിയ ബ്രാഹ്മണ വരുന്നു. ദെൻ തൈതിരിയ ആരണ്യക വരുന്നു. തൈതിരിയ ഉപനിഷത്ത്, കഥാ ഉപനിഷത്ത്, ശ്വേതേശ്വര, മഹാനാരായണ, മൈത്രി, പ്രണഗാഗ്നി ഹോത്ര. അതിനകത്ത് ഇത് മൂന്നോർത്തം തൈതിരിയ, കഥ, ശ്വേതേശ്വര. പിന്നെ അതിനകത്ത് വരുന്നത് ശുക്ല യജുർവേദ, അതിന്റെ സംഹിതയാണ് വജസ്നേ എന്ന് പറയുന്നത്. ദെൻ കൻവ, മധ്യാന്തിന ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ദെൻ ശതപഥ ബ്രാഹ്മണ, അതിൻ്റെതാണ്. ദെൻ ആരണ്യകയല്ല. പിന്നെ അതിനകത്ത് നിന്ന് ബൃഹദരണ്യക ഉപനിഷത്ത്, ഈശോപനിഷത്ത്, ജബല ഉപനിഷത്ത്, ദെൻ പൈങ്കള ഉപനിഷത്ത്, സൂര്യ, ഇതൊക്കെ അതിന്റെ ഉപനിഷത്തുകളും ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഋഗ്വേദയുടെ ശകല ശാഖ, ദെൻ യജുർവേദയുടെ ശുക്ല യജുർവേദ, അതുപോലെ തന്നെ അതിനെയാണ് വജസ്നേയ എന്ന് പറയുന്നത്. ദെൻ കൃഷ്ണ യജുർവേദ, ബ്ലാക്ക് യജുർവേദ. വൈറ്റ് സ്കൂൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞ ശുക്ല യജുർവേദ ഇസ് അബൌട്ട് മന്ത്രാസ്, മന്ത്രങ്ങളെ പറ്റിയിട്ടാണ്. ബ്ലാക്ക് സ്കൂൾ അല്ലെങ്കിൽ കൃഷ്ണ യജുർവേദ എന്ന് പറയുന്നത് മന്ത്രാസ് ആർ അക്കമ്പനീഡ് ബൈ ദ കമന്ററി, അതായത് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടിയും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ബ്ലാക്ക് സ്കൂളിൽ, അതായത് കൃഷ്ണ യജുർവേദയിലെ അകത്തുള്ളത്. പിന്നെ വരുന്നത് കഥാക ഉപനിഷത്ത് ആൻഡ് ശ്വേതേശ്വര ഉപനിഷത്ത് ബിലോങ് ടു ബ്ലാക്ക് യജുർവേദ, നേരത്തെ പറഞ്ഞ തന്നെയാണ്. ദെൻ സാമവേദ, അതിന്റെ റെസെൻഷൻസ് ആണ് കൗതുമ, രണനീയ, ജൈമിനീയ അല്ലെങ്കിൽ തലവക്കര എന്ന് പറയുന്നത്. ദെൻ അഥർവേദയുടെ റെസെൻഷൻസ് ആണ് ശൗനക, പൈപ്പലാദ. നേരത്തെ ആ ഒരു ടാബിലുള്ള സംഗതി തന്നെയാണ്, ജസ്റ്റ് അവിടെ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേദാംഗാസിനെ പറ്റിയിട്ട് പറയാം. വേദാംഗാസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 6 വേദാംഗാസ് ആണുള്ളത്, 6 വേദാംഗാസ്. ആൻഡ് അതിലെ ഒന്നാമത്തതാണ് ശിക്ഷ, ഛന്ദ, വ്യാകരണ, നിരുക്ത, കൽപ്പ. ഇതാണ് വേദാംഗാസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എക്സാമിന് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് മാച്ച് ഫോളോയിങ്ങിൽ ഉണ്ടാവും. ഓക്കെ, കൽപ്പ, ജ്യോതിഷ, ഇത്രയും 6 എണ്ണം ഇതിനെന്ത് ചെയ്യണം,
മാച്ച് ദ ഫോളോവിംഗിൽ എക്സാമിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും. ഫോണറ്റിക്സ് പറയുന്നത് ഏതിലാണ്, മെറ്റർ എന്ന് പറയുന്നത് ചന്ത ഏതിലാണ്, നിങ്ങൾക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യും കണക്ട് ചെയ്യാനായിട്ട് വരും എന്നുള്ളതാണ്. സോ ഓർത്ത് വെക്കുക, വേദാംഗ എന്ന് വെച്ച് കഴിഞ്ഞാല് ലിംസ് ഓഫ് വേദ എന്നുള്ളതാണ്. വേദയുടെ ലിംബുകൾ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ വേദാംഗ എന്നുള്ള വാക്ക് വരുന്നത്. ആൻഡ് അത് ഉപയോഗിക്കുന്നത് ശരിക്കും എങ്ങനെയാണ് വേദം പ്രോപ്പറായിട്ട് റിസൈറ്റ് ചെയ്യുക, അതിന്റെ യൂസ്, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ ആണ് ശരിക്കും വേദാംഗാസ് എന്ന് പറയുന്നത്. ഇനി ശിക്ഷ, ഇത്രയും ആലോചിക്കുക. ഞാൻ നേരത്തെ കുറെ പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ അധികം പറയുന്നില്ല. ഫോണറ്റിക്സിനെ പറ്റി പറയുന്നത് ശിക്ഷ എന്നുള്ളതാണ്. ഫോണറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മളെ ശബ്ദം എവിടുന്ന് വരിക, തൊണ്ടയുടെ ഏത് ഭാഗത്ത് നിന്ന് വരണം എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നാവിന്റെ ഏത് ഭാഗത്ത് വരുന്നതൊക്കെയാണ് ഫോണറ്റിക്സ് പഠിക്കുന്നത്. സോ കുറച്ച് പ്രയാസമുള്ള പണിയാണെന്ന് ചുരുക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒരു ശിക്ഷയായിട്ട് തന്നു എന്ന് വിചാരിക്കാം. പിന്നെ അതിനകത്ത് വരുന്നത് മെറ്റർ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന രീതി, കാവ്യാത്മകമായിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പൊ നമ്മൾ കാവ്യാത്മകമായിട്ട് പ്രോപ്പറായിട്ട് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചന്തായിരിക്കും, ആ രീതിയിലായിരിക്കും. ഓക്കെ, ചന്ത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെറ്റർ. ദെൻ വ്യാകരണ ഗ്രാമർ ആണെന്നുള്ള പഠിക്കാം, പിന്നെ പ്രത്യേകിച്ച് ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. എറ്റിമോളജി, ഇത് മറന്നുകൊണ്ട, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എറ്റിമോളജി എന്ന് വെച്ചാൽ നിരുക്ത എന്നുള്ളതാണ്. ഇതിലുള്ള എറ്റിമോളജി എന്ന് വെച്ചാൽ ഒറിജിൻ ഓഫ് എ വേർഡ്, ഒരു വാക്ക് എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതാണ്. സോ നമ്മളൊരു ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരേ രക്തത്തിലാണ് ഒറിജിൻ ചെയ്തതെന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നിരുക്ത എന്നുള്ളതിന്, ആ രക്ത എന്നുള്ളതിനെ എന്ത് ചെയ്യാം, ഒരു ഒറിജിൻ അല്ലെങ്കിൽ എറ്റിമോളജി എന്നുള്ള സാധനത്തിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ റിച്വൽ എന്ന് വെച്ചാൽ ആചാരങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് ആചാരങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ആചാരങ്ങളൊക്കെ നമ്മുടെ പൂർവീകർ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൽപ്പിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും. സോ റിച്വൽ ഈസ് കൽപ്പ. അടുത്തത് ആസ്ട്രോണമി, ജ്യോതിഷ, പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്രയും 6 എണ്ണമാണ് നമ്മൾ പറയുന്ന വേദാംഗാസ് എന്ന് പറയുന്നത്. ഇനി ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്, ഒന്ന് വേദാംഗ കമ്പോസ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, 600 to 200 BC എന്നുള്ള ആ ഒരു ടൈം പീരീഡിലാണ്. വെച്ചാൽ ലേറ്റർ വേദിക്കിന്റെ അവസാനം, പിന്നെ കുറച്ചു കാലം. പിന്നെ വരുന്നത് യെസ്ക എന്ന് പറയുന്ന ഒരു ഓതർ ഉണ്ട്. ഹി റോട്ട് നിരുക്ത. ഓക്കെ, ഈ എറ്റിമോളജി എന്ന് പറഞ്ഞ ഈ നിരുക്തനെ പറ്റി അത് എഴുതിയിട്ടുള്ളതാണ്. നിരുക്ത എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് എഴുതിയത് യെസ്ക എന്നുള്ളതാണ്. എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, സോ മറന്നുകൊണ്ട. യെസ്ക എഴുതിയതാണ് നിരുക്ത എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് പറയുന്നത് ഋഗ്വേദയിലെ വേർഡ്സിന്റെ ഒരു എറ്റിമോളജിനെ സംബന്ധിച്ചാണ്. 6th century BC അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഇവിടെ ഒരു എന്താണ് മാപ്പൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, മൈൻഡ് മാപ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. Question ഇതാണ്, is the author of Nirukta, a work on the etymology of words in the Rigveda belongs to 6th century. അപ്പൊ 6ാം നൂറ്റാണ്ടിൽ ഋഗ്വേദയിലെ വേർഡ്സിനെ പറ്റിയിട്ട് അതിന്റെ എറ്റിമോളജിനെ പറ്റി നിരുക്ത എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര്? ഇതല്ലേ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ദാറ്റ് ഈസ് യെസ്ക, മാക്സ് മുള്ളർ, കൽഹണ, ബാണ. ശരി ഉത്തരം ഓപ്ഷൻ 1 യെസ്ക എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് രാമായണനെ സംബന്ധിച്ചാണ്. രാമായണക്ക് 7 കാണ്ടാസ് ആണുള്ളത്, 7 കാണ്ടാസ് ആണ് രാമായണക്കുള്ളത്. ആൻഡ് അതിനകത്തെ ആദ്യത്തെ കാണ്ട, അതായത് ഫസ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ ഈ കാണ്ടാസ് എന്ന് വെച്ചാൽ എന്താണല്ലേ, അതിന്റെ ബുക്ക് ചാപ്റ്റർ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ കാണ്ടാസ് പറയുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ബുക്ക് ആണ് ബാലകാണ്ഡ എന്ന് പറയുന്നത്. രാമായണന്റെ ആദ്യത്തെ കാണ്ടയാണ് ബാലകാണ്ഡ. ആൻഡ് ലാസ്റ്റ് 7ാമത്തെ കാണ്ടയാണ് ഉത്തരകാണ്ഡ എന്ന് പറയുന്നത്. സോ ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും കാണ്ടാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദീസ് ആർ ദി ലെറ്റർ ഇന്റർപോളേഷൻസ്, പിൽക്കാലത്ത് അതിലേക്ക് കൂട്ടിച്ചേർത്തതാണ് ഈ പറഞ്ഞ ആദ്യത്തെ അവസാനത്തെയും കാണ്ടാസ് പറഞ്ഞത്. അതിന്റെ ഇടയിലുള്ള 5 ഒറിജിനൽ എന്ന് പറയുന്നത്. പിന്നെ പിന്നെ രാമായണത്തിന്റെ ജൈന വേർഷൻ ആണ് പൗമചര്യു എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ജൈൻസിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാകൃതാണ്. സോ പൗമചര്യു ഇറ്റ് വാസ് റിട്ടൺ ഇൻ പ്രാകൃത ലാംഗ്വേജ്. അതിന്റെ ബുദ്ധിസ്റ്റുകളുടെ ഭാഷയായിരുന്നു പാലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രാകൃത ലാംഗ്വേജിൽ പൗമചര്യു ഇറ്റ് വാസ് റിട്ടൺ ബൈ വിമല സൂരി. അപ്പൊ സിംപ്ലി ആലോചിക്കുക, ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. പൗമചര്യു വാസ് റിട്ടൺ ബൈ വിമല സൂരി. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, പാവം വിമൽ എന്നുള്ളത് ആലോചിക്കുക. അതിന്റെ അത് പ്രാകൃത ഭാഷയിലാണ്. ദെൻ ജൈന ആണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് പ്രാകൃതത്തിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഈ സൂര്യകളൊക്കെ വരാറുള്ളത് പൊതുവെ ജൈൻ സ്കോളേഴ്സ് ആണ്. നമ്മൾ ഷേർഷാ സൂര്യ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. പൊതുവെ ഒരുപാട് സൂര്യകളല്ലാത്ത നമ്മൾ എന്താ പറയുക, ഐ മീൻ ഈ ജൈനീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സൂര്യകൾ, ഹേമചന്ദ്ര സൂര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും പറഞ്ഞതേ ഉള്ളൂ. ഇനി രാമായണയുടെ ബുദ്ധിസ്റ്റ് വേർഷൻ ആണ് ദശരഥ ജാതക എന്ന് പറയുന്നത്. അത് റിട്ടൺ ഇൻ പാലി ലാംഗ്വേജ്. ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധിസ്റ്റുകളുടെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ പാലി എന്നുള്ളതാണ്. സോ ഇവിടെ ദശരഥ എന്ന് പറയുന്നത്
ദശരഥൻ, രാമന്റെ അച്ഛനാണ് ദശരഥൻ എന്ന് പറയുന്നത്. അതിന്റെ ജാതക എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ബുദ്ധിസം, അറിയാലോ, ജാതക സ്റ്റോറീസ് ഒക്കെ നമ്മൾ പറയും. സോ ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ദശരഥ ജാതക എന്ന് പറഞ്ഞത് ബുദ്ധിസ്റ്റ് വേർഷൻ ഓഫ് രാമായണമാണ്. അതിന് പ്രത്യേകിച്ച് ഇന്ന ഓദർ എന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആരോ ഓദർ എന്ന് പറഞ്ഞില്ല എന്ന് വിചാരിക്കണ്ട. പിന്നെ 12th സെഞ്ചുറിയിലെ തമിഴ് വേർഷൻ ഓഫ് രാമായണയാണ് കമ്പൻ എഴുതിയിട്ടുള്ള ഇരാമാവതാരം, അതല്ലെങ്കിൽ കമ്പരാമായണം എന്നൊക്കെ പറയും. എന്തായാലും ഓർത്തു വെക്കുക. പിന്നെ വലിയ പ്രയാസം ഉണ്ടാവില്ല പഠിക്കാനായിട്ട്. ഈ രാമാവതാരം എന്നൊക്കെ പറഞ്ഞാൽ തമിഴ് ലാംഗ്വേജിന്റെ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് രാമചരിത മാനസ്, ഓക്കെ, 16th സെഞ്ചുറി, റിട്ടൺ ബൈ തുളസീദാസ്. തുളസീദാസ് എഴുതിയിട്ടുള്ളതാണ് രാമചരിത മാനസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഹിന്ദി അവധി വേർഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവധി ലാംഗ്വേജ്, ഒരു ഹിന്ദി ഭാഷയിലാണ് രാമചരിത മാനസ് വരുന്നത്. 16ാം നൂറ്റാണ്ടിലാണ് എഴുതിയിട്ടുള്ളത്. എന്റെ തുളസീദാസ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അദ്ദേഹം അക്ബറിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന തോഡർമാൾ, രാജാ തോഡർമാളിന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം രാമചരിത മാനസ് എഴുതിയിട്ട് അതിന്റെ മാനുസ്ക്രിപ്റ്റ് എന്താണ് പറയല്, ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് രാജാ തോഡർമാളിനായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും രാജാ തോഡർമാളിന്റെ ഒരു സുഹൃത്തായിരുന്നു. പിന്നെ അറിയുന്നുണ്ടായിരിക്കും അക്ബറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു തോഡർമാൾ എന്ന് പറയുന്നത്. സോ അവർക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. പിന്നെ അദ്ദേഹത്തിന് ഒറിജിനൽ രാമായണം ഇത് വാൽമീകിയാണല്ലോ. സോ വാൽമീകിയുടെ റീഇൻകാർണേഷൻ ആണ് എന്നൊക്കെ ആരറിയപ്പെടുന്നുണ്ട്, വാൽമീകിയുടെ റീഇൻകാർണേഷൻ ആണെന്നൊക്കെ ഈ തുളസീദാസിനെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് തുളസീദാസിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. തുളസീദാസ് എന്ന് പറഞ്ഞ ചെറിയ ജനിക്കുന്ന സമയത്തിന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ എങ്ങനെയാണല്ലോ വായിൽ 32 പല്ലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 12 മാസം ഗർഭം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 12 മാസത്തെ ഒരു ഗർഭകാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ജനിക്കുന്ന സമയത്തിന് ഒരു 5 years old അല്ലെങ്കിൽ 5 വയസ്സ് കുട്ടീനെ പോലെയാണ് അദ്ദേഹത്തെ തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാല് എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ കരയാണല്ലോ ചെയ്യുക, പക്ഷെ അദ്ദേഹം കരയല്ല ചെയ്തില്ല, പകരം രാം രാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ രാം രാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ രാം ബോല, ബോല എന്ന് വെച്ചാൽ പറയുക, സോ ബോൽ എന്ന് അറിയില്ലേ, രാം ബോല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും തുളസീദാസിനെ പറ്റി ഇങ്ങനെ കുറെ സംഗതി ഉണ്ട്, നമുക്ക് മനസ്സിലാക്കി വെക്കുക. പിന്നെ തുളസീദാസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭക്തി കവിയായിരുന്നു സൂർദാസ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്തി മൂവ്മെന്റിനെ പറ്റി പറയുമ്പോൾ കൂടുതൽ പറയട്ടോ. സൂർദാസിന്റെ പ്രത്യേകത ഹി വാസ് ബ്ലൈൻഡ്, അദ്ദേഹം ഒരു അന്ധനായിട്ടുള്ള കവിയായിരുന്നു സൂർദാസ് എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ 16th സെഞ്ചുറി തന്നെ ജീവിച്ചിരുന്ന ആളാണ്. ആൻഡ് ഹി വാസ് എ ഡിവോട്ടി ഓഫ് കൃഷ്ണ, കൃഷ്ണയുടെ ഡിവോട്ടി ആയിരുന്നു സൂർദാസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ പറയാൻ കാരണം അക്ബർ ഇൻവൈറ്റഡ് സൂർദാസ് ഓൾസോ, അക്ബർ സൂർദാസിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ഏതായാലും സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ തുളസീദാസിലേക്ക് തന്നെ വരാം. അദ്ദേഹം ഹി വാസ് എ വൈഷ്ണവ ആൻഡ് അദ്ദേഹമാണ് ഹനുമാൻ ചാലിസ എഴുതിയിട്ടുള്ളത്. ആൻഡ് എപ്പിക് രാമചരിത മാനസും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. രാമചരിത മാനസിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേക്ക് ഓഫ് ദി ഡീഡ്സ് ഓഫ് രാമ, ഡീഡ്സ് ഓഫ് രാമ എന്ന് വെച്ചാൽ രാമയുടെ എങ്ങനെ പറയല്, ഡീഡ്സിന്റെ ഒരു തടാകം എന്നുള്ള രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ രാമായണമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു ചോദ്യം നോക്കാം. which book of Rigveda refers to battle of 10 kings? 10 കിങ്സിന്റെ യുദ്ധത്തിനെ പറ്റി പറയുന്നത് ഋഗ്വേദയുടെ ഏത് ചാപ്റ്ററിനകത്താണ്, അല്ലെങ്കിൽ ഏത് ബുക്കിനകത്താണെന്നുള്ളതാണ്. ബുക്ക് 6, 7, 8, 10. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് 10 കിങ്സിനെ പറ്റി 10-ലല്ല പറയുന്നത്. ഓക്കെ, ഓടിപ്പോയി 10 മാർക്ക് ചെയ്യേണ്ട. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, ബുക്ക് 7 എന്നുള്ളതാണ്. സോ 7ാമത്തെ മണ്ഡലയുടെ അകത്താണ് ബാറ്റിൽ ഓഫ് 10 കിങ്സിനെ പറ്റിയിട്ട് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അക്ബറിന്റെ കോർട്ടിലൊക്കെ തുളസീദാസ് ഉണ്ടായിരുന്നു എന്നൊക്കെ, എന്റെ തോട്ടർമാളിന്റെ അടുത്ത ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തുളസീദാസ് ഹനുമാൻ ചാലിസ, രാമചരിത മാനസൊക്കെ എഴുതി. ദെൻ ദോഹ വാലി, സാഹിത്യരത്ന ഓർ രത്ന രാമായൺ, ദെൻ ഗീതാവലി, കൃഷ്ണ ഗീതാവലി, കൃഷ്ണവാലി, വിനയ പത്രിക, ഇതൊക്കെ സൂർദാസ് എഴുതിയിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ഹി വാസ് എ ഡിവോട്ടി ഓഫ് രാമ, സംശയമല്ല, നേരത്തെ പറഞ്ഞതാണ്. എന്താണ് പറയുക, രാമചരിത മാനസ് അദ്ദേഹം എഴുതിയത് രാമയുടെ ഡിവോട്ടി ആയതുകൊണ്ട് തന്നെയാണ്. ഓൾസോ ഹി വാസ് എ ഡിവോട്ടി ഓഫ്, ഹി വാസ് എ വൈഷ്ണവ. ദെൻ ഹി വാസ് എ വൈഷ്ണവ രാമനന്ദി. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്സ്റ്റ് റിലേറ്റഡ് ടു ജൈന ട്രഡീഷൻ? ഇതിനകത്ത് ജൈന ട്രഡീഷനുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ഏത് എന്നുള്ളതാണ്.
രാംകെയിൻ, ദശരഥ ജാതക, ഭൗമചര്യം, രാമാവതാരം. സോ നമ്മൾ പറഞ്ഞു രാംകെയിൻ, ഇതുകൂടി ഞാൻ പറയാം. രാംകെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ദ തായ് വേർഷൻ ഓഫ് രാമായണ. രാമായണയുടെ തായ് വേർഷൻ ആണ് രാംകെയിൻ എന്ന് പറയുന്നത്. മറന്നുകൊണ്ടിട്ടോ, അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. രാമായണയുടെ തായ് വേർഷൻ ഏതാന്നൊക്കെ പറഞ്ഞിട്ട്. സോ രാംകെയിൻ എന്ന് പറയുന്നത് തായ് വേർഷൻ ആണ്. പിന്നെ ദശരഥ ജാതകം എന്നത് ബുദ്ധിസ്റ്റ് വേർഷൻ ആണ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഭൗമചര്യം, ഓഫ് കോഴ്സ് ഇറ്റ് വാസ് റിട്ടൺ ബൈ വിമല സൂരി. ഭൗമചര്യം, പ്രാകൃത് ആൻഡ് ജൈൻ വേർഷൻ. ഈ രാമാവതാരം കമ്പന്റെ തമിഴ് വേർഷൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഭൗമചര്യം എന്നുള്ളതാണ് ജൈൻ ട്രഡീഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി പുരാണാസിനെ പറ്റി നമുക്ക് നോക്കാം. പുരാണ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഓൾഡ് എന്നുള്ളതാണ്. പുരാണം, പഴയത് എന്നുള്ള അർത്ഥമാണ്. ദെൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് പുരാണാസ് വർ കമ്പോസ്ഡ് ബൈ വ്യാസ. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പുരാണാസ് വ്യാസ ഒറ്റയ്ക്ക് എഴുതിയാൽ മുന്നോട്ട് പോകില്ല. കാരണം രാമായണത്തെ പോലെ എന്താണല്ലേ, മഹാഭാരതത്തിനെ പോലെയല്ല, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും പുരാണാസിനെ സംബന്ധിച്ച് there are 18 മഹാപുരാണാസ്, 18 മഹാപുരാണാസ് ആണ് ഉള്ളത്. ആൻഡ് ഈ 18 മഹാപുരാണാസ് അതുപോലെ ധാരാളം ഉപപുരാണാസ് ഉണ്ട്, സെക്കൻഡറി പുരാണാസും അവിടെ ഉണ്ട്. ഇനി ഈ 18 പുരാണാസ് എന്ന് പറയുന്നത്, മഹാപുരാണാസ് എന്ന് വിഷ്ണു പുരാണ, നാരദ പുരാണ, ഭഗവത പുരാണ, ഗരുഡ പുരാണ, പത്മ, വരാഹ, മത്സ്യ, കൂർമ, ലിംഗ, ശിവ, സ്കന്ദ, അഗ്നി, ബ്രഹ്മാണ്ഡ, വൈവർത്ത, മാർക്കണ്ഡേയ, വൈവിശ്യ, വാമന, ബ്രഹ്മ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഏതാണ്ട് 18 മഹാപുരാണാസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി പുരാണാസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, പുരാണാസ് ആർ കമ്പോസ്ഡ് ടു ഹാവ് 5 ക്യാരക്ടറിസ്റ്റിക്സ്. 5 ക്യാരക്ടറിസ്റ്റിക്സ് പുരാണാസിന് ഉണ്ടാവും. അതാണ് പഞ്ചലക്ഷണാസ് എന്ന് പറയുന്നത്. 5 ലക്ഷണം അല്ലെങ്കിൽ 5 ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് സർഗ, രണ്ടാമത്തത് പ്രതിസർഗ, മൂന്നാമത്തത് മന്വന്തര, 4 വംശ, 5 വംശാനുചരിത. സോ സർഗ എന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ആണ്, റീക്രിയേഷൻ ആണ് പ്രതിസർഗ എന്ന് പറയുന്നത്. ദെൻ മനൂസിന്റെ കാലഘട്ടമാണ് മൻവന്തര എന്ന് പറയുന്നത്. ദെൻ ജിനിയോളജീസ് ഓഫ് ദ ഗോഡ്സ് ആൻഡ് ഋഷീസ് ആണ് വംശ എന്ന് പറയുന്നത്. ദ റോയൽ ഡൈനാസ്റ്റീസിന്റെ രാജാക്കന്മാരുടെ ജീനിയോളജിയാണ് വംശാനുചരിത എന്ന് പറയുന്നത്. ഇനി ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളാണ്. സോ സാൻസ്ക്രിറ്റ് വേർഡ് ധർമ്മ എന്ന് വെച്ചാല് അത് ഒറിജിൻ ചെയ്തു വന്നിട്ടുള്ളത് ധ്രി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഇറ്റ് മീൻസ് ടു മെയിൻറ്റെയിൻ, സപ്പോർട്ട് ഓർ സസ്റ്റെയിൻ. അതായത് ഓരോരുത്തരും അവരുടെ ധർമ്മങ്ങൾ പാലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പേരിലാണ് ധ്രി എന്നുള്ള ഒരു സംഗതി അല്ലെങ്കിൽ ആ ഒരു മെയിൻറ്റെയിൻ, സപ്പോർട്ട്, സസ്റ്റെയിൻ എന്നൊക്കെ അർത്ഥമുള്ള വാക്കിൽ നിന്ന് ധർമ്മ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. ഈ ധർമ്മശാസ്ത്രം നമുക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റും. ധർമ്മസൂത്രാസ്, മറ്റൊന്ന് സ്മൃതീസ്, ലെറ്റർ, കമന്ററീസ് ആൻഡ് കോമ്പലേഷൻസ്. സോ ഇത്രയും സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്, ധർമ്മശാസ്ത്രം നമുക്ക് തിരിക്കാനായിട്ട് വരും. ധർമ്മസൂത്ര, സ്മൃതി, ലെറ്റർ, കമന്ററീസ് ആൻഡ് കോമ്പലേഷൻസ്. ഇവിടെ സ്മൃതി എന്ന് പറയുന്നത് മനുസ്മൃതി പോലത്തെ സ്മൃതി ടെക്സ്റ്റുകളാണ് കേട്ടോ. അതൊക്കെയാണ് റൂളിനെ പറ്റി, ലോനൊക്കെ പറ്റിയിട്ട് പറയുന്ന ടെക്സ്റ്റുകൾ പറയുന്നത്. ഇനിയും തേർഡ് ഇൻക്ലൂഡ് ബ്രീഫ് ആൻഡ് എലാബറേറ്റ് കമന്ററീസ്, തിക്കാസ് ആൻഡ് ഭാഷ്യാസ്, അതുപോലെ തന്നെ നിബന്ധാസ്, സംഗ്രഹാസ്, ഇങ്ങനെയുള്ള ഒരുപാട് കമന്ററീസ് ഉൾക്കൊള്ളുന്നതാണ് 3ാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളെ സംബന്ധിച്ച് ഓർത്തു വെക്കുക. പിന്നെ അതിനകത്ത് വരുന്ന മറ്റൊരു സംഗതി എ പേഴ്സൺസ് ധർമ്മ, അതായത് ഒരാളുടെ ധർമ്മ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ജെൻഡർ, ഏജ്, മാർഷ്യൽ മാരിറ്റൽ സ്റ്റാറ്റസ്, വർണ്ണ, ആശ്രമ, ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, ഒരു വ്യക്തിയുടെ ധർമ്മ തീരുമാനിക്കുക. അതായത് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായിരിക്കും, അതുപോലെ മാരീഡ് ആൻഡ് അൺമാരീഡിന് വ്യത്യസ്തമായിരിക്കും, അവരുടെ ജാതി സ്റ്റാറ്റസിനനുസരിച്ചിട്ടും അവരുടെ ധർമ്മ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. സോ 4 വർണ്ണാസ് ആണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ആൻഡ് ഈ ആദ്യത്തെ 3 ആൾക്കാർ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ഇത്രയുള്ള 3 എണ്ണത്തിനാണ് എന്ത് ചെയ്യുന്നത്, ദ്വിജ സ്റ്റാറ്റസ് ഉള്ളത്. എന്ന് വെച്ചാൽ 2 കോൺസിക്യൂട്ടീവ് ഹ്യൂമൻ ബർത്ത് എന്നുള്ള, അതായത് തുടർച്ചയായിട്ടുള്ള മനുഷ്യജന്മങ്ങൾ എന്ന് പറയുന്നത് ട്വൈസ് ബോൺ, അതാണ് ദ്വിജ എന്ന് പറയുന്നത്. ദെൻ ദേ അലോൺ ഹാവ് ദ റൈറ്റ് ടു സാക്രഡ് ത്രെഡ്. അവർക്ക് എന്താണ് സാക്രഡ് ത്രെഡ് സെറമണിക്കുള്ള ഈ എന്താണ് സാക്രഡ് ത്രെഡ്, നൂല് ധരിക്കുന്നതിനൊക്കെയുള്ള എന്താണ് പറയല് അവകാശം ഉള്ളത്. അടുത്തൊരു സംഗതി എന്ന് വെച്ചാല് ആശ്രമ സിസ്റ്റം പ്രകാരം
അവിടെ 4 സ്റ്റേജുകൾ ഉണ്ട്, അറിയാലോ. ഈ ആശ്രമ ഈസ് ആപ്ലിക്കബിൾ ടു ദ്വിജ മെയിൽ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ കാറ്റഗറിയിലെ പുരുഷന്മാർക്ക് മാത്രമാണ് ആശ്രമ സിസ്റ്റം ആപ്ലിക്കബിൾ ആയിരുന്നത്. 4 സ്റ്റേജുകളാണ് ബ്രഹ്മചര്യ. അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, മൊത്തം ലൈഫിനെ 100 ഇയേഴ്സ് ആയിട്ട് ഭാഗിക്കുന്നു. ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യ കാലഘട്ടം, സെലിബസി ആണ്. ആ സമയത്ത് ബ്രഹ്മചര്യം ആചരിക്കണം. പിന്നെ 25 വർഷം, 25 to 50 ഗൃഹസ്ഥ എന്ന് വെച്ചാൽ കുടുംബനാഥനായിട്ട് ജീവിക്കുന്നു. ദെൻ പിന്നീടുള്ള 25 വർഷം, അതായത് 50 to 75 പാർഷ്യൽ റിനൗൺസിയേഷൻ എന്ന് വെച്ചാൽ വാനപ്രസ്ഥ, ഒരു പകുതി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫാമിലി ലൈഫ് എന്നും എന്താണ് പറയല്ലേ, വേൾഡ്ലി ലൈഫ് എന്നൊക്കെ പിന്മാറാം. പിന്നെ സന്യാസ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റിനൗൺസിയേഷൻ ആണ്, ടോട്ടലി നമ്മൾ കുടുംബത്തിനൊക്കെ ഉപേക്ഷിച്ച് 75ന്റെ മുകളിൽ 100 വരെ അവരാണ്, അങ്ങനെയാണ് പറയുന്നത്. ഇനി ഫോർത്ത് ആശ്രമ എന്ന് പറയുന്നത്, അതായത് സന്യാസം എന്ന് വെച്ചാൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് ഈ ഒരൊറ്റ ആശ്രമയും ശൂദ്രാസിനും വുമണ്ണും ആപ്ലിക്കബിളും ആയിരുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞ ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസം ഒന്നും ശൂദ്രാസിനും വുമൺസിനൊന്നും ആപ്ലിക്കബിളും ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ധർമ്മശാസ്ത്ര ടെക്സ്റ്റസ് അവർ പറയുന്നത്, അത് പ്രകാരം ജാതീസ് എന്ന് പറയുന്നത് കം ഔട്ട് ഓഫ് ഇന്റർവർണ്ണ മാരേജ്, മിക്സഡ് മാരേജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ജാതി എന്ന് പറയുന്നത്. സോ വർണ്ണ സങ്കരാസ്, മിക്സഡ് ജാതികൾ ഉണ്ടാവും എന്നാണ് ഇത് പറയുന്നത്. ധർമ്മ ഓഫ് ഡിഫറെന്റ് റീജിയൻസ്, അതായത് പ്രദേശത്തിന്റെ ധർമ്മയാണ് ദേശധർമ്മ എന്ന് പറയുന്നത്, കാസ്റ്റിന്റെ ധർമ്മയാണ് ജാതി ധർമ്മ, ഫാമിലിയുടെ ധർമ്മയാണ് കുലധർമ്മ. ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം ധർമ്മകൾ കാണാനായിട്ട് പറ്റും. മനുസ്മൃതി ഒരു എന്താണ്, സ്മൃതി ടെക്സ്റ്റിനകത്ത് വരുന്ന ധർമ്മശാസ്ത്ര ടെക്സ്റ്റ് ആണ്. അത് പ്രകാരം നമ്മൾ പറയുന്ന ക്രോസ് കസിൻ മാരേജ് ഉണ്ടല്ലോ, അതായത് റോട്ട് ഓഫ് ഇസ് മെറ്റേണൽ അങ്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അമ്മാവന്റെ മകനും മകളും തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു സമ്പ്രദായം, ഇറ്റ് ഫോർബിഡ്സ് ബൈ മനുസ്മൃതി, മനുസ്മൃതി അതിനെതിരാണ്. അടുത്തത് മനുസ്മൃതി കണ്ടംസ് മാരേജ് ബിറ്റ്വീൻ ദ്വിജ മെൻ ആൻഡ് ശൂദ്ര വുമൺ, അതായത് ശൂദ്ര വുമണും ഈ പറഞ്ഞ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ കാറ്റഗറിയിലുള്ള പുരുഷനും തമ്മിലുള്ള മാരേജിനെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു മാരേജിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്രോപ്പർട്ടി റൈറ്റ് ഒക്കെ ക്ലെയിം ചെയ്യാം എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിഡോ ഷുഡ് നോട്ട് റീമാരി, അതായത് വിഡോ റീമാരേജ് എന്നുള്ളത് നമ്മുടെ എന്താണ് പറയലേ, ധർമ്മശാസ്ത്ര ടെക്സ്റ്റ് ആയിട്ടുള്ള മനുസ്മൃതി അത് ഫോർബിഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ധർമ്മ ഈസ് ദ ഐഡിയൽ കണ്ടക്ട് ഓഫ് എ പേഴ്സൺ ടു ഫുൾഫിൽ ഹിസ് ഗോൾസ് ഇൻ ലൈഫ്. ധർമ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലൈഫിലെ ഗോൾസ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഗോൾസ് നമ്മൾ പുരുഷാർത്ഥാസ് എന്നാണ് പറയാ. അതിൽ ഒന്നാമതാണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് പറയുന്നത്. ധർമ്മം എന്ന് വെച്ചാൽ റൈറ്റസ് കണ്ടക്ട്, അർത്ഥം എന്ന് വെച്ചാൽ മെറ്റീരിയൽ വെൽബീയിങ്, കാമ എന്ന് വെച്ചാൽ സെൻഷ്വൽ പ്ലഷർ, മോക്ഷ എന്ന് വെച്ചാൽ ഡെലിവറൻസ് ഫ്രം ദി സൈക്കിൾ ഓഫ് റീബർത്ത്. ഇനി മറ്റു ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളാണ് ചിമുതവാഹൻ എഴുതിയിട്ടുള്ള വ്യവഹാര മാതൃക, പ്രൊസീജിയറൽ ലോനെ സംബന്ധിച്ചാണ് വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ദയഭാഗ, ഇറ്റ് ഈസ് അബൌട്ട് ഇൻഹെറിറ്റൻസ്, അതായത് ദയാപരമായിട്ട് ഭാഗിച്ചു കൊടുക്കാണ് പ്രോപ്പർട്ടി എന്ന് വിചാരിക്കാം. മേജർ കമന്ററീസ് ആണ് മേദിതി എഴുതിയിട്ടുള്ള 9th സെഞ്ചുറിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കമന്ററി ഒക്കെ മനുസ്മൃതിന്റെ കേട്ടോ. അതുപോലെ 12th അല്ലെങ്കിൽ 11th സെഞ്ചുറിയിൽ ഗോവിന്ദരാജ എഴുതിയിട്ടുള്ള കമന്ററി, കുല്ലുക 12th സെഞ്ചുറിയിൽ എഴുതിയിട്ടുള്ള കമന്ററി ഒക്കെ മനുസ്മൃതിയുടെ കമന്ററി ടെക്സ്റ്റുകളാണ്. ദെൻ വിജ്ഞാനേശ്വർ എഴുതിയിട്ടുള്ളതാണ് അപരാർക്ക എന്ന് പറയുന്നത് 12th സെഞ്ചുറിയിൽ. ദെൻ കമന്ററീസ് ഓഫ് ദി യജ്ഞവൽക്യ സ്മൃതി, അദ്ദേഹം യജ്ഞവൽക്യ സ്മൃതിയുടെ കമന്ററീസും എഴുതിയിട്ടുണ്ട്. ദെൻ വിജ്ഞാനേശ്വരയുടെ മറ്റൊരു കമന്ററിയാണ് മിതാക്ഷര എന്ന് പറയുന്നത്. ദെൻ മറ്റു പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളാണ് ലക്ഷ്മീധരയുടെ കൃത്യകൽപ്പതാരു, ദെൻ ദേവാന ഭട്ടയുടെ സ്മൃതി ചന്ദ്രിക എന്നൊക്കെ പറയുന്നത്. ഇനി ഒരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ്? ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? Brahmanas explain sacrificial rituals. Upanishads contain philosophical ideals. Aranyakas are forest books. Yajurveda deals with songs. Atharvaveda contains spells and charms. ഒറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് അറിയുന്ന ആലോചിച്ചാൽ മതി. അഥർവവേദം എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെൽസ് ആൻഡ് ചാംസ്, ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അത് ശരിയാണ്. ദെൻ അരണ്യകാസ് ആർ ഫോറസ്റ്റ് ടെക്സ്റ്റ്. അരണ്യക എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ആണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഉപനിഷത്ത് ഫിലോസഫി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്നിനും കിട്ടിയില്ലേ? ഇനി യജുർവേദ ഡീൽസ് വിത്ത് സോങ്സ് ആണോ? അല്ല. യാഗാസ്, യജ്ഞാസ്, റിച്വൽസ് ഒക്കെയാണ്. പകരം സോങ്സിനെ പറ്റി പറയുന്നതാണ് നമ്മൾ പറഞ്ഞു സാമവേദയാണ്.
അല്ലെ? അപ്പൊ ഇവിടെ ഡി തെറ്റാണ്. ബിയും സിയും ഇയും ശരിയാണ്. ആൻഡ് ബി സി ഇ എന്നുള്ളത് വരുന്ന സമയത്ത് ഇവിടെ ബ്രാഹ്മണാസ് എക്സ്പ്ലെയിൻ സാക്രിഫിഷ്യൽ റിച്വൽസ് എന്നുള്ളതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ബി സി ഇ എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. കാരണം അതിലും സെയിം സംഗതിയാണ് വരുന്നത്, കറക്റ്റ് ഓർഡറിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്രയുള്ള നമ്മൾ കണ്ടീഷൻ ഡി ഉണ്ടാവാൻ പാടില്ല. ഡി ഉണ്ടെങ്കിൽ ആ ഉത്തരം ശരിയാവില്ല എന്നുള്ളതാണ്. ഇവിടെ ഡി ഉണ്ട്, ഇവിടെയും ഡി ഉണ്ട്, അതുകൊണ്ട് ഇത് രണ്ടും തെറ്റാണ്. മറ്റുള്ളതിൽ ഡി ഇല്ല, അതുകൊണ്ട് അത് ശരിയാവും. ഇനി വേറൊരു ചോദ്യമാണ് ശിക്ഷ, മെട്രിക്സ്, കൽപ്പ, ഫോണറ്റിക്സ്, ചന്ത, സോഷ്യൽ തോട്ട്, ജ്യോതിഷ, ആസ്ട്രോണമി. സോ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഈ സോഷ്യൽ തോട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിക്കാത്തതാണ്, അല്ലെങ്കിൽ പക്ഷെ അത് നമ്മൾ ബാധിക്കുന്നില്ല. ജ്യോതിഷ, ആസ്ട്രോണമി അല്ലെ, സംശയമില്ല. സോ D4 എന്തായാലും വരണം. അപ്പൊ ഇതോ ആണ് ഉത്തരം. ഇതൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന രീതി കേട്ടോ. ദെൻ ശിക്ഷ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഫോണറ്റിക്സ് എവിടുന്ന് ശബ്ദം വരും എന്നതിനെ പറ്റിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. സോ ശിക്ഷ എന്നുള്ളത് 2 ആണ്. സോ A2 വരണം. ഇനി ഉത്തരം കണ്ടെത്താൻ വല്ല പണിയുണ്ടാവും. നാലാമത്താണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. കാരണം ഒന്ന് ഇത് കറക്റ്റ് ആയി, അടുത്തത് ശിക്ഷ, ഫോണറ്റിക്സ് കണ്ടു. ദെൻ കൽപ്പ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, നമ്മുടെ റിച്വൽസിനെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, കൽപ്പ എന്ന് പറയുന്നത് സോഷ്യൽ തോട്ട് എന്നുള്ളതാണ്, നമ്മുടെ പൂർവീകർ നമ്മളെ കൽപ്പിക്കുന്നതാണ് എന്നുള്ളത്. പിന്നെ ചന്ത എന്ന് വെച്ചാൽ മെട്രിക്സ്, മെട്രാണ് എന്നല്ലെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്തതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ചന്തത്തിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. C1 വരണം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4. ദെൻ മറ്റൊരു ചോദ്യം നോക്കാം. യാദവ ഭ്യൂദയ ഓർ ദ ലൈഫ് ഓഫ് ലോർഡ് കൃഷ്ണ വാസ് കമ്പോസ്ഡ് ബൈ. യാദവ ഭ്യൂദയ എന്ന് പറയുന്നൊരു പുസ്തകമാണ് ആരെഴുതിയത് എന്നുള്ളതാണ്. വേദാന്ത ദേശിക, രാമാനുജാചാര്യ, അപ്പയ ദീക്ഷിത, വിദ്യാമാധവ. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് വേദാന്ത ദേശികയാണ് യാദവ ഭ്യൂദയ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മള് സോറി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലേക്ക് വരികയാണെങ്കിൽ ഏർലി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ഡിവൈഡ് ഇൻ ടു കനോണിക്കൽ ആൻഡ് നോൺ കനോണിക്കൽ ടെക്സ്റ്റ്. അതായത് കനോണിക്കൽ എന്ന് വെച്ചാൽ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രോപ്പർ സെൻസിൽ വരുന്നത്. നോൺ കനോണിക്കൽ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു റിലീജിയസ് പേർപ്പസ് അല്ലെങ്കിൽ ഡിഡാക്റ്റീവ് പേർപ്പസ് ഇല്ലാത്ത സംഗതികളാണ്. കനോണിക്കൽ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ബിലീഫ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി റിലീജിയൻ എന്നുള്ളതാണ്. ദെൻ ഡിഫറെന്റ് ബുദ്ധിസ്റ്റ് സ്കൂളുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു നമ്മൾ തേരവാദ, സ്ഥാവിരവാദം എന്നൊക്കെ പറഞ്ഞ കുറെ കാറ്റഗറീസ് ഉണ്ട്. സോ അതിനകത്ത് നമ്മൾ മഹായാന, ഹീനയാന വേറെ തന്നെ ഉണ്ട്. പറഞ്ഞു വരുന്നത് കനോണിക്കൽ ടെക്സ്റ്റുകൾ ഡിഫറെന്റ് സെക്റ്റുകൾക്ക് ഡിഫറെന്റ് ടെക്സ്റ്റുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ സം യൂസ് 9 or 12 അങ്കാസ്. ചില കാറ്റഗറിക്ക് 9 അല്ലെങ്കിൽ 12 അങ്കാസ്. അതുപോലെ അതേഴ്സ് യൂസ് 3 പീഡകാസ്. ഇതിലെ പ്രധാനപ്പെട്ടതാണ് 3 പീഡകാസ് എന്ന് പറയുന്നത്. അപ്പൊ പറയട്ടോ. സോ 3 പീഡകാസ് അല്ലെങ്കിൽ തിപീഡക എന്ന് പറയുന്നത് there are പാലി, ചൈനീസ് ആൻഡ് ടിബറ്റൻ വേർഷൻസ്. അഗൈൻ ഈ 3 പീഡകാസിന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 വേർഷൻ ആയിട്ട് കാണാൻ പറ്റും. പാലി, ചൈനീസ്, ടിബറ്റൻ വേർഷൻ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പാലി തിബിഡക ഓഫ് തേരവാദ സ്കൂൾ ഈസ് ദ ഓൾഡസ്റ്റ് ഓഫ് ദം. ഇതിനകത്ത് ഏറ്റവും പഴയത് വെച്ചാൽ പാലി തിബിഡകയാണ് ഓഫ് ദി തേരവാദ സ്കൂൾ. അതാണ് ഏറ്റവും പഴയത്. പിന്നെയാണ് ഈ പറഞ്ഞ ചൈനീസും ടിബറ്റനും ഒക്കെ പിൽക്കാലത്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്ത് 3 പിടകാസ് ഏതൊക്കെയാണ്? സുത്ത പിടക, വിനയ പിടക, അഭിധമ്മ പിടക. അതുകൊണ്ടാ സുത്ത പിടകയിൽ പറയുന്നത് വാട്ട് ബുദ്ധ ഹിംസെൽഫ് സെഡ്. ബുദ്ധൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സേയിങ്സ് ആണ് എന്ത് സുത്ത പിടക എന്ന് പറയുന്നത്. ഓക്കെ, സേയിങ്സ് ഓഫ് ബുദ്ധ. ദെൻ വിനയ പിടക എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് നോംസ് ഫോർ ദി മോങ്സ് ആൻഡ് നൺസ്. അവർക്കുള്ള നിയമങ്ങളും അവർക്കുള്ള നിയമ സംഹിതയൊക്കെയാണ് അതിനകത്തുള്ളത്. മൊണാസ്റ്റിക് ഓർഡറിലുള്ളതാണ് വിനയ പിടക. എത്ര ആലോചിക്കുക, ഈ മോങ്സിനും നൺസിനും ഒക്കെ ഒരു വിനയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുക. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് പതിമോഗ. വിനയ പിടകയുടെ ഭാഗമാണ് പതിമോഗ എന്ന് പറയുന്നത്. ആൻഡ് ഈ മൊണാസ്റ്റിക് ഡിസിപ്ലിനെ ഒക്കെ പറ്റി പറയുന്നത് അതിനകത്താണ്. വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയേണ്ട സമയത്ത് കൂടുതൽ പറയാട്ടോ. ഇനി അഭിധമ്മ പിടക ഇസ് എ ലെറ്റർ വർക്ക് ആൻഡ് കണ്ടെയ്ൻസ് തറോ സ്റ്റഡി ആൻഡ് സിസ്റ്റമാറ്റൈസേഷൻ ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് സുത്ത പിടക. അതായത് സുത്ത പിടകയുടെ അകത്തുള്ള ഇനത്തിന്റെ ഒന്നുകൂടി ഫിലോസഫിക്കൽ ആയിട്ട് കുറച്ചുകൂടി വേറൊരു തലത്തിൽ അവതരിപ്പിക്കുകയാണ് എന്തിനു ചെയ്തിട്ടുള്ളത്, അഭിധമ്മ പിടകയുടെ അകത്ത് ചെയ്തിട്ടുള്ളത്. ഫിലോസഫേഴ്സിന് വേണ്ടിയിട്ടാണ് അഭിധമ്മ പിടക. അത് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഫോർ ഫിലോസഫേഴ്സ്. അതേസമയം സുത്ത പിടക ഫോർ ദി കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
ഇനി നേരത്തെ പറഞ്ഞ വിനയ പിടക കണ്ടെയ്ൻ സുത്ത വിഭംഗ, അതുപോലെ തന്നെ കാണ്ഡക, രണ്ട് കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് അതിനകത്ത് കാണ്ഡകയുടെ അകത്താണ് എൻട്രി ഇൻറ്റു മൊണാസ്ട്രിയിലേക്കുള്ള എൻട്രീനൊക്കെ പറ്റി പറയുന്നത്. സുത്ത വിഭംഗയുടെ അകത്ത് ഒറിജിൻ ഓഫ് കോഡ്സ് റിഗാർഡിംഗ് ബിക്കോസ്, അതായത് അവിടുത്തെ മുനിമാർക്കുള്ള കണ്ടക്റ്റുകളെ കോഡ് ഓഫ് കണ്ടക്റ്റുകളാണ് അതിൽ പറയുന്നത്. ദെൻ മഹാവക, ചുള്ളവക, അതുപോലെ തന്നെ മറ്റൊരു പാർട്ടാണ് സുത്തവിഭംഗ, കാണ്ഡക, പരിവാർ എന്ന് പറയുന്നത് മൂന്നെണ്ണം. ദെൻ ഈ പറഞ്ഞ കാണ്ഡകയിൽ വരുന്നതാണ് മഹാവഗ്യം, ചുള്ളവഗ്യമൊക്കെ. ഞാൻ വേറെ തന്നെ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മൈൻഡ് മാപ്പ് പോലെ, ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനയപിടക വാസ് കമ്പൈൽഡ് ബൈ ഉബാലി. ഉബാലിയാണ് വിനയപിടക കമ്പൈൽ ചെയ്തിട്ടുള്ളത്. സുത്ത വിഭംഗ കണ്ടെയ്ൻസ് പതിമോക, സെറ്റ് ഓഫ് മൊണാസ്റ്റിക് റൂൾസ്. 227 ഫോർ മോങ്സും 311 ഫോർ നൺസും. അതായത് നൺസ് എന്ന് വെച്ചാൽ ഫീമെയിൽ ആണ്. നൺസിന് 311 നിയമങ്ങളും പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർക്ക് 227 നിയമങ്ങളും പതിമോകയുടെ അകത്ത് പറയുന്നുണ്ട്. പതിമോക എന്ന് പറയുന്നത് വിനയപിടകയുടെ പാർട്ടാണ്. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ജയന്റ് ടെക്സ്റ്റ്. ഇതിനകത്ത് ജയന്റ് ടെക്സ്റ്റ് അല്ലാത്തത് നിശിതശാസ്ത്ര, തത്വധിഗമ സൂത്ര, അഭിധാന ചിന്താമണി, യമക. ഇവിടെ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, യമക എന്ന് പറയുന്നത് അഭിധമ്മ പിടകയുടെ ഭാഗമാണ്. അഭിധമ്മ പിടകയുടെ ഭാഗമാണ് യമക എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് അടുത്തതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നീതിശാസ്ത്ര, തത്വധിഗമ സൂത്ര, അഭിധാന ചിന്താമണി, ഇതൊക്കെ ഹേമചന്ദ്രയുടെ ഒക്കെ ജൈന്റ് ടെക്സ്റ്റുകളാണ്. അതേസമയം യമക എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ് എന്നുള്ളതാണ്. സോ നോട്ട് എ ജൈന്റ് ടെക്സ്റ്റ് എന്ന്, ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, യമക. Then Tripidakas are divided into books known as Nikayas. പിടകാസിനെ നികായാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ സൂത്ത പിടകക്ക് എന്തുണ്ട്? 5 നികാസ് ഉണ്ട്, 5 നികായാസ് ഉണ്ട്. ഒന്ന് ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അങ്കുത്തര നികായ, കുണ്ടക നികായ. ഇനി ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത് അതിനകത്ത് കുണ്ടക നികായയുടെ അകത്താണ് വരുന്നത്. ഓക്കെ, ജാതക സ്റ്റോറീസ് പ്രീവിയസ് ബർത്ത് ഓഫ് ബുദ്ധ എന്നുള്ള ബുദ്ധന്റെ മുൻജന്മങ്ങൾ, പൂർവ്വജന്മങ്ങളാണ് അതിൽ പറയുന്നത്. ജാതക സ്റ്റോറീസ് പറയുന്നത് കുണ്ടക നികായയുടെ അകത്താണ്. ആൻഡ് കുണ്ടക നികായ അഗൈൻ ഡിവൈഡഡ് ഇൻറ്റു 15 ബുക്സ് എന്നുള്ളതാണ്. 5 പാർട്ടായിട്ട് കുണ്ടക നികായ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ കുണ്ടക നികായയിലെ ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് ഈ ജാതക ടെക്സ്റ്റസ് എന്ന് പറയുന്നത്. ആൻഡ് ജാതക ടെക്സ്റ്റ് ശരിക്കും വരുന്നത് അതിലുള്ള ചര്യപിടകയുടെ അകത്താണ്. ഞാൻ പറയാം. സോ സുത്ത, അതിനകത്ത് 2 ലെയേഴ്സ് ഉണ്ട് കുണ്ടക നികായക്ക്. ഒന്ന് സുത്തനിപട, ഇതിവത്തുക, ധമ്മപദ, തേരിഗാഥ, തേരഗാഥ, ഉദാന, ജാതക. ദെൻ കുണ്ടകത്ത പദ, വിമാനവട്ടു, വേദവട്ടു, നിർദ്ദേശ, പതിസംവിധ, അപദാന, ബുദ്ധവംശ, ചര്യപിടക. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? കുണ്ടക നികായയുടെ ഭാഗമാണ്. ഞാനൊരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊ കറക്റ്റ് കിട്ടും. സി ത്രിപിടക, അതിനകത്ത് വിനയപിടക, സുത്തപിടക, അഭിധമ്മ പിടക. ആൻഡ് ഈ അഭിധമ്മ പിടകയുടെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ യമക, ഓർമ്മല്ലേ? സോ ധമ്മ എന്താണ് പറയുക, സംഗനി, ദെൻ വിഭംഗ, ദെൻ ധാതു കഥ, ഉഗല പന്നതി, കഥാവട്ടു, യമക, പത്തന, ഇങ്ങനെയുള്ള ഒരുപാട് 7 ബുക്സ് അഭിധമ്മ പിടകയുടെ ഭാഗമാണ്. സുത്തപിടകയ്ക്ക് 5 കളക്ഷനാണുള്ളത്. ദീഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അങ്കുത്തര നികായ, കുണ്ടക നികായ. സി അഗൈൻ നോക്കുക, ഇവിടെ ദീഘനികായ വെച്ചാൽ ലോങ് ഡിസ്കോഴ്സ് ഓഫ് ബുദ്ധ, മജ്ജിമ നികായ വെച്ചാൽ മിഡിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മിഡിൽ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ചെറിയ ഒരു മധ്യത്തിൽ വരുന്ന ലെങ്ത് ഉള്ളത്. സംയുക്ത നികായ വെച്ചാൽ മിക്സഡ് ആണ്, അതായത് ലോങ് അതുപോലെ മിഡിലൊക്കെ വരുന്നതാണ്. ദെൻ ഇതിനകത്ത് കുണ്ടക നികായ വരുന്നു, മൊണാസ്റ്റിക് റൂൾസ് ഒക്കെ വരുന്നു. പിന്നെ ഇതില് അടുത്തത് വിനയപിടകയിലേക്ക് വരികയാണെങ്കിൽ 5 ബുക്കായിട്ട് തിരിക്കുന്നു. സുത്തവിഭംഗ, കാണ്ഡക, പരിവാര. ഞാൻ പറഞ്ഞു കാണ്ഡകയുടെ ഭാഗമാണ് മഹാവകയും ചുള്ളവകയും. പിന്നെ സുത്തവിഭംഗയുടെ ഭാഗമാണ് മഹാവിഭംഗയും ബിഗുനി വിഭംഗയും. ഇതും ഓർത്തു വെക്കുക. പരിവാരക്ക് വേറെ പാർട്ടുകളൊന്നുമില്ല. ഇനി കുണ്ടക നികായ 15 പുസ്തകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഓരോന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2 ലെയേഴ്സ് ഉണ്ട്, അതാണ് മൊത്തം പുസ്തകങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു ചോദ്യം നോക്കാം. Which of the following are not included in the 7 books? അതായത് 7 books of the അഭിധമ്മ പിടക. അഭിധമ്മ പിടകയുടെ 7 ബുക്കിന് അറിയപ്പെടുന്നതാണ് സപ്തപകരണാസ് എന്ന് പറയുന്നത്.
സോറി, ഈ സപ്തപകരണാസ് എന്ന് പറയുന്നത് അഭിധമ്മ പിടകയുടെ 7 ബുക്സ് ആണ്. സോ 7 ബുക്സ് ഓഫ് അഭിധമ്മ പിടകയാണ് സപ്തപകരണാസ് എന്ന് പറഞ്ഞത്. അതിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ധമ്മസംഗണി, കഥാവട്ടു, ഉഗലപന്നതി, മഹാനിദ്ദേശ. ഇവിടെ നോക്കി കാണാൻ പറ്റും. ധമ്മസംഗനി, വിഭംഗ, ധാതുകഥ, ഉഗലപന്നതി, കഥാവത്തു, യമക, പത്തന. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ധമ്മസംഗനി അവിടെ ഉണ്ട്, കഥാവട്ടു അതിനകത്തുണ്ട്, ഉഗലപന്നതി ഉണ്ട്, മഹാനിദ്ദേശ അതിനകത്ത് കാണാൻ പറ്റൂല. ജസ്റ്റ് നോക്കുക. സി എം വെച്ചിട്ടുള്ള ഒരു സാധനം അവിടെ അല്ല. മഹാനിദ്ദേശ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് അഭിധമ്മ പിടക. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 മഹാനിദ്ദേശ എന്നുള്ളതാണ്. വേറെ ചോദ്യം നോക്കാം. ധമ്മപദ, തേരഗാഥ, തേരിഗാഥ ആൻഡ് ജാതക ടെക്സ്റ്റസ് ബിലോങ്സ് ടു വിച്ച് ബുദ്ധിസ്റ്റ് കാനോൺ? ഇതിനകത്താണ് ധമ്മപദ, തേരഗാഥ, തേരിഗാഥ, ജാതകയ്ക്കുള്ളത്. സി നോക്കുക. ഇവിടെ ധമ്മപദ, then തേരിഗാഥ, തേരഗാഥ, ജാതക ടെക്സ്റ്റ്, ഇതൊക്കെ ഉള്ളത് ഏതിലാണ്? കുണ്ടകനികായ അല്ലെ. സോ നോക്കുക. ദീഘനികായ, സംയുക്തനികായ, മജ്ജിമനികായ, കുണ്ടകനികായ. ശരി ഉത്തരം ഓപ്ഷൻ ഡി കുണ്ടകനികായ എന്നുള്ളതാണ്. ഇനിയും according to the Buddhist tradition, the Supta and Vibhanga Pedagas, Supta and Vinay Pedagas were recited at the first council and of monks at Rajagriha. രാജഗൃഹത്തിലെ ആദ്യത്തെ കൗൺസിലാണ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ സുത്ത പിടകയും വിനയ പിടകയും ഒക്കെ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നീട് അത് കമ്പോസ് ചെയ്യുന്നത് 5ാം നൂറ്റാണ്ട് മുതൽ 3ാം നൂറ്റാണ്ട് വരെയുള്ള BC കാലഘട്ടത്തിലാണ്. അതിന്റെ ഒരു റിട്ടൺ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് ശ്രീലങ്കയിലെ വട്ടഗാമി 1st സെഞ്ചുറി BC-യിലാണ്. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. 483 BC-യിലാണ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബുദ്ധ എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് കൗൺസിൽ വരുന്നത് 100 വർഷത്തിന് ശേഷമാണ്, അതായത് 383 BC-യിലാണ്. തേർഡ് കൗൺസിൽ വരുന്നത് 250 BC-യിലാണ്, ബൈ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അശോക അല്ലെ. അശോകന്റെ സമയത്താണ് 250 BC-യിൽ. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ വരുന്നത് 72 AD-യില് കനിഷ്കന്റെ സമയത്താണ്, കശ്മീരിലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ എന്തായാലും ബുദ്ധിസ്റ്റ് എന്താണ് പറയല് കോൺഫറൻസുകളൊക്കെ വേറെ തന്നെ പറയും, ആ സമയത്ത് കൂടുതൽ പറയാം. Then ജാതകത്വ വർണ്ണന ഓർ ജാതകത്വ കഥ gathers together around 550 ജാതക സ്റ്റോറീസ്. ഓക്കെ, ജാതകത്വ വർണ്ണന അല്ലെങ്കിൽ ജാതകത്വ കഥയുടെ അകത്ത് 550 ജാതക സ്റ്റോറീസ് ഉണ്ട്. ദെൻ കുണ്ടക നികായയിലെ ചര്യപിടകയുടെ അകത്ത് 35 ജാതക സ്റ്റോറീസ് പറയുന്നുണ്ട്. ഈ 550-ൽ നിന്ന് 35 എണ്ണത്തിനെ ജാതക ടെയിൽസ് ഇൻ വേഴ്സ് ഫോമില് പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിനെ ചര്യപിടക എന്നാണ് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ബുക്ക് ഓഫ് കുണ്ടക നികായ അല്ലെ. സി ചര്യപിടക കണ്ടില്ലേ, ദാറ്റ് ഈസ് ദ 15th ബുക്ക് ഓഫ് കുണ്ടക നികായ. അവസാനത്തെ ബുക്കാണ് ചര്യപിടക എന്ന് പറയുന്നത്. ദെൻ ലങ്കാവതാര സൂത്ര റിലേറ്റഡ് ടു വൈബുല്യ സൂത്രാസ്. വൈബുല്യ സൂത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ലങ്കാവതാര സൂത്ര എന്ന് പറയുന്നത്. ദെൻ മഹായാന യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ അവരുടെ ടെക്സ്റ്റുകളാണ്. മഹായാന ബുദ്ധിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് വൈബുല്യ സൂത്രാസ്. ഇനി യമക ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ മൊഗല്ലന. നമ്മൾ നേരത്തെ പറഞ്ഞു യമക എഴുതിയിട്ടുള്ളത് മൊഗല്ലനെയാണ്, അഭിധമ്മ പിടകയുടെ പാർട്ടാണ്. ദെൻ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ദാറ്റ് സേസ് കാസ്റ്റ് വാസ് നോട്ട് റിജിഡ്ലി ടൈഡ് ടു എ ക്രാഫ്റ്റ്. അതായത് ദശബ്രാഹ്മണ ജാതകം എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ഉണ്ട്. അതിനകത്ത് പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് റിജിഡ്ലി ടൈഡ് ടു ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ചോദ്യം നോക്കാം. In the Buddhist text that shows caste was not rigidly tied to craft. സുത്തവിഭംഗ, ചുള്ളവക, കഥാവട്ടു, ദശബ്രാഹ്മണ ജാതക. ശരി ഉത്തരം ഓപ്ഷൻ ഡി ദശബ്രാഹ്മണ ജാതക. നെക്സ്റ്റ്, ചര്യപിടക is a collection of 40 ജാതകാസ് in verse, 35 ജാതകാസ് in verse, 35 ജാതകാസ് in prose, 38 ജാതകാസ് in verse. പറഞ്ഞതാണ് ഓപ്ഷൻ ബി 35 ജാതകാസ് in verse എന്നുള്ളതാണ്. മറ്റൊരാളാണ് ആര്യദേവ എന്ന് പറയുന്നത്. ഒരു 3rd സെഞ്ചുറി സ്കോളർ ആയിരുന്നു, മഹായാന ബുദ്ധിസ്റ്റ് ആയിരുന്നു, ആൻഡ് ഡിസൈപ്പിൾ ഓഫ് നാഗാർജുന. നാഗാർജുനയുടെ ഒരു ശിഷ്യനും കൂടി ആയിരുന്നു. ഈ വാസ് എ മധ്യാമിക ഫിലോസഫർ. അദ്ദേഹത്തിനോട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആര്യദേവ റോട്ട് ചതുഃസതിക. ചതുഃസതിക എന്ന് പറയുന്ന പുസ്തകം ഇതാരാണ്? ആര്യദേവ ആണ് എന്ന് ഓർത്തു വെക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ഇൻ പാലി. അതിനകത്ത് മിലിന്ദ പൻഹ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രീക്ക് കിങ് ആയിരുന്ന മിലിന്ദ അല്ലെങ്കിൽ മെനന്ദറിനെ, ഇൻഡോ ഗ്രീക്ക് കിങ് ആയിരുന്ന മെനന്ദറിനെ നാഗസേന എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് മോങ്ക് ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ഒരു പുസ്തകമാണ് മിലിന്ദ പൻഹ എന്ന് പറയുന്നത്. 1st സെഞ്ചുറിയിലാണ്, 1st to 1st സെഞ്ചുറി സി വരെ. നെറ്റിഗന്ധ അല്ലെങ്കിൽ നെറ്റിപകരണ എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ 1st സെഞ്ചുറി BC വർക്ക്.
Then commentaries of the Tripitaka include 5th century work by Buddhaghosa's Vishuddhimagga, Buddhaghosayude Vishuddhimagga. Then Nidana Kada സെഞ്ചുറി എഴുതിയിട്ടുള്ളതാണ്. ദെൻ ശ്രീലങ്കൻ ക്രോണിക്കിൾ ആണ് ദീപവംശ, അതുപോലെ തന്നെ മഹാവംശ. അതിനകത്ത് ഹിസ്റ്റോറിക്കൽ കമ്മിറ്റിക്കൽ അക്കൗണ്ട് ഓഫ് ബുദ്ധാസ് ലൈഫ്, ബുദ്ധന്റെ ജീവിതത്തെ പറ്റി പറയുന്നു, ബുദ്ധിസ്റ്റ് കൗൺസിലിനെ പറ്റി പറയുന്നു, അശോകനെ പറ്റി പറയുന്നു, കിങ്സ് ഓഫ് ശ്രീലങ്ക, അറൈവൽ ഓഫ് ബുദ്ധിസം ഓൺ ഐലൻഡ്, അതായത് ശ്രീലങ്കയിലേക്ക് ബുദ്ധിസത്തിനെ പറ്റി പറയുന്ന രണ്ട് പുസ്തകങ്ങളാണ് ദീപവംശ, മഹാവംശ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് സിലോണിയൻ അല്ലെങ്കിൽ ശ്രീലങ്കൻ ബുദ്ധിസ്റ്റ് ക്രോണിക്കിൾസ് എന്ന് പറയുന്നത്. അടുത്തത് മഹാവട്ടു അല്ലെങ്കിൽ മഹാവത്സു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൻ ഹാജിയോഗ്രാഫിക് ടെക്സ്റ്റ് ഇൻ മിക്സഡ് സംസ്കൃത് ആൻഡ് പ്രാകൃത്. ലളിത വിസ്താര, അതിനകത്ത് ഹാജിയോഗ്രാഫി ഓഫ് ബുദ്ധ ഇൻ സംസ്കൃത് മിക്സഡ് പ്രാകൃത്. ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് പ്രാകൃത് സംസ്കൃത് തുടക്കത്തിൽ ഒരു പ്രാകൃതവും പാലിയൊക്കെയാണ് ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പിൽക്കാലം ആകുമ്പോഴേക്ക് അതിനകത്ത് സാൻസ്ക്രിറ്റ് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അശ്വഘോഷാസ് ബുദ്ധചരിത ഫസ്റ്റ് ഓർ സെക്കൻഡ് സെഞ്ചുറി, ദെൻ ഏഡിയിലാണ്. സംസ്കൃത് അവധാന ദശക, ഇത് സംസ്കൃത് ഭാഷയിലായിരുന്നു. പിന്നെ അവധാന ദശക സെക്കൻഡ് സെഞ്ചുറിയില്, ദിവ്യവദന ഫോർത്ത് സെഞ്ചുറിയിൽ. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡേറ്റ് ഇങ്ങനെ ഒരു സെഞ്ചുറി പറയുന്നത്. കണക്റ്റഡ് വിത്ത് ബുദ്ധ ആൻഡ് മൗര്യൻ അശോക. ദെൻ അഷ്ടസഹസ്രിക പ്രജന പരാമിത, സധർമ്മ പുണ്ടരിക. ഇതൊക്കെ ബുദ്ധനെ പറ്റി ബോധിസത്തുകളൊക്കെ പറ്റിയിട്ടൊക്കെ പറയുന്ന ബുക്കുകളാണ്. മഹായാന ഡോക്ടറിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ ലേറ്റർ വർക്ക്സ് ഓഫ് മഹായാന തിങ്കേഴ്സ് ആണ് നാഗാർജുനയുടെ വർക്കുകള്, വസുബന്ധുവിന്റെ, അസംഗയുടെ, ഹര്യദേവയുടെ, ബുദ്ധപാലിത, ദിന്നക അല്ലെങ്കിൽ ദീഗ്നക, ഇവരൊക്കെ സംസ്കൃത് ഭാഷയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി വേറൊരാളെ കൂടി ഞാൻ പറഞ്ഞുതരാം, എക്സാമിന് എന്തായാലും ആവശ്യമുള്ളതാണ്. അതിനകത്ത് അശ്വഘോഷയുടെ വർക്കുകളാണ്. സൂത്രാലങ്കാരം, ദെൻ സുന്ദരാനന്ദം അല്ലെങ്കിൽ സൗന്ദരാനന്ദം കാണട്ടോ, സൗന്ദരാനന്ദം. അടുത്തതാണ് സാരിപുത്ര പ്രകിരണ. അടുത്തൊരു പുസ്തകമാണ് വജ്രസൂചി ആൻഡ് ഹീസ് മോസ്റ്റ് പോപ്പുലർ ഫോർ ദ വർക്ക് ബുദ്ധചരിത. ബുദ്ധചരിത എഴുതിയത് അശ്വഘോഷയാണ്. ഇങ്ങനെ അറിയിക്കുക, സൂത്രത്തിൽ സുന്ദരമായി സാരി ഉടുത്ത് വജ്രസൂചി കൊണ്ട് ബുദ്ധചരിതം എഴുതി എന്നതാണ്. അതായത് സൂത്രാലങ്കാരം, സൗന്ദരാനന്ദം അല്ലെങ്കിൽ സുന്ദരാനന്ദം, സാരിപുത്ര പ്രകരണ എന്ന് വെച്ചാൽ സാരി ഉടുത്ത്, വജ്രസൂചി കൊണ്ട് അതായത് വജ്രസൂചി തന്നെ, ദെൻ ബുദ്ധചരിതം എഴുതി, അതായത് ബുദ്ധചരിതം. ഇത്രയും 4-5 വർക്കുകളാണ് ആരുടേത്, അശ്വഘോഷയുടെ പ്രധാന വർക്കുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹൂ ഈസ് ദ ഓതർ ഓഫ് സൗന്ദരാനന്ദ കാവ്യ? സൗന്ദരാനന്ദ കാവ്യ എഴുതിയത് ആര്? സുദ്രക, അശ്വഘോഷ, ഭാസ, ആര്യദേവ. ഇത്ര എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഓപ്ഷൻ ബി അശ്വഘോഷ. ഇനി ജൈൻ ലിറ്ററേച്ചറിലേക്ക് വരികയാണെങ്കിൽ ജൈൻ ടെക്സ്റ്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് സിദ്ധാന്ത ഓർ അഗമ. ജൈൻ ടെക്സ്റ്റുകൾ സിദ്ധാന്ത അല്ലെങ്കിൽ അഗമ എന്ന് അറിയപ്പെടുന്നുണ്ട്. ദെൻ അതിനകത്ത് അതിന്റെ തുടക്കത്തിലെ ഭാഷ പ്രാകൃതമായിരുന്നു. അതിനകത്തെയാണ് അർദ്ധമഗധി എന്നൊക്കെ അറിയപ്പെടുന്നത്. ശ്വേതംബര കനോൺസ് ആണ് 12 അങ്കാസ്, 12 ഉപാങ്കാസ്, 10 പൈനാസ് അല്ലെങ്കിൽ പ്രകിരണാസ്, 6 ചേസൂത്ര അല്ലെങ്കിൽ ചേതസൂത്ര എന്ന് പറയുന്നത്, 4 മൂലസൂത്ര അല്ലെങ്കിൽ മുൽസൂത്താസ് അല്ലെങ്കിൽ മൂലസൂത്രാസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു, എന്റെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ടെക്സ്റ്റസ് സച്ച് ആസ് നന്ദി സുത്ത, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡിവിജ്വൽ ടെക്സ്റ്റുകൾ ഉണ്ട്. അതുപോലെ അനുഗോദര അല്ലെങ്കിൽ ഗോദ്വര എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ടെക്സ്റ്റുകളും കാണാം. ഇനി ഇവിടെ ഒരുപാട് കനോണിക്കൽ ടെക്സ്റ്റിന്റെ കമന്ററീസ് ആണ്. നിജുക്തീസ് അല്ലെങ്കിൽ നിർയുക്തീസ് എന്ന് പറയുന്നത്, ഭാഷ്യാസ്, ചൂർണീസ് ഒക്കെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ മഹാരാഷ്ട്രീയ ഭാഷയിലും അല്ലെങ്കിൽ മറാത്തി ഭാഷയിലും പ്രാകൃതത്തിലും ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. ഏർലി മിഡീവൽ ടിക്കാസ്, വൃത്തീസ്, അവചൂർണീസ് ആർ ഇൻ സംസ്കൃത്. അതേസമയം ടിക്ക, വൃത്തി, അവചൂർണി ഒക്കെ സംസ്കൃത് ഭാഷയിലും ആണ് എഴുതിയിട്ടുള്ളത്. ജൈൻ പുരാണാസ്, ശ്വേതംബര, കാൾദം, ചാരിദാസ്. And are the biographies of the Jain saints known as തീർത്ഥങ്കരാസ്. അറിയാലോ, 24 തീർത്ഥങ്കരാസ് ആണുള്ളത്. അവരെ സംബന്ധിച്ചുള്ള സ്റ്റോറീസിനെ ചരിദാസ് എന്നൊക്കെ അറിയപ്പെടും. പിന്നെ ആദി പുരാണ 9th സെഞ്ചുറിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതിനകത്ത് ആദി പുരാണ അബൌട്ട് ആദ്യ തീർത്ഥങ്കര, ഹിസ് നെയിം വാസ് ആദിനാഥ അല്ലെങ്കിൽ ഋഷഭ.
ഋഷഭദേവൻ അല്ലെങ്കിൽ ആദ്യത്തത് ആദിനാഥ, അദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് ചെയ്യുന്നത് ആദി പുരാണം എന്ന് പറയുന്ന 9th സെഞ്ചുറി വർക്ക് വരുന്നത്. 8th സെഞ്ചുറിയിലെ വർക്കാണ് ഹരിവംശ പുരാണ, ജൈൻ വേർഷൻ ഓഫ് ദ സ്റ്റോറീസ് ഓഫ് കൗരവാസ്, പാണ്ഡവാസ്, കൃഷ്ണ, ബാലരാമ ആൻഡ് അതേഴ്സ്. ഇറ്റ് മീൻസ് ഹരിവംശ പുരാണ ഇസ് എ മഹാഭാരത ഓഫ് ജൈൻസ്, ജൈൻസിന്റെ മഹാഭാരതയുടെ വെർഷനാണ്. മറ്റൊരു വർക്കാണ് ത്രിശാസ്യ ലക്ഷണ മഹാപുരാണ ബൈ ജിനസേന ആൻഡ് ഗുണഭദ്ര. അവർ 9th സെഞ്ചുറിയിൽ എഴുതിയിട്ടുള്ളതാണ് ത്രിശാസ്യ ലക്ഷണ മഹാപുരാണ ബൈ ജിനസേന ആൻഡ് ഗുണഭദ്ര. ധനാർത്ഥാണ് പരിശിഷ്ട പർവൻ ബൈ ഹേമചന്ദ്ര സൂരി, ത്രിശാസ്യ ശലകപുരുഷ ചരിത കമ്പോസ്ഡ് ബൈ ഹേമചന്ദ്ര സൂരി, അഭിധാന ചിന്താമണി അഗൈൻ ഹേമചന്ദ്ര സൂരി. ഹേമചന്ദ്ര സൂരി ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹേമചന്ദ്രയുടെ വർക്കാണ് ത്രിശാസ്യ ശലകപുരുഷ ചരിത, കുമാരപാല ചരിത, ദെൻ ദിവ്യ ശ്രയ കാവ്യ, സിദ്ധ ഹേമ, ശബ്ദാനുശാസന, ദേശീ ജ്ഞാനമല്ല ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, ഇതിന് ആവശ്യം വന്നിട്ടില്ല. അനുയോഗദ്വര സൂത്ര ഇത് ആവശ്യം വരും, യോഗശാസ്ത്ര. സോ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണല്ലേ ഹരിവംശ പുരാണ, പിന്നെ അതിനകത്ത് ഏതൊക്കെ പറഞ്ഞത്, ഓക്കെ ത്രിശാസ്യ ശലകപുരുഷ ചരിത ഇവിടെ കാണാൻ പറ്റും. ശലകപുരുഷ ത്രിശാസ്യ ലക്ഷണ മഹാപുരാണ ഹേമചന്ദ്രന്റെയും ഗുണഭദ്രയുടെയും ജിനസേന്റേതാണ്. പിന്നെ പരിശിഷ്ട പർവൻ ഹേമചന്ദ്രന്റേതാണ്. ത്രിശാസ്യ ശലകപുരുഷ ചരിത ഹേമചന്ദ്രന്റേതാണ്. ഇതൊക്കെ ഹേമചന്ദ്രന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഇനി നിശിത സൂത്ര, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. നിശിത സൂത്ര റിട്ടൺ ബൈ കുണ്ട എഴുതിയിട്ടുള്ളതാണ് നിശിത സൂത്ര എന്ന് പറയുന്ന പുസ്തകം. അടുത്താണ് തത്വധിഗമ സൂത്ര ബൈ ഉമാസ്വതി എഴുതിയിട്ടുള്ളതാണ്. ജിനപ്രഭ സൂരിയുടെ വിവിധ തീർത്ഥ കൽപ്പം എന്ന പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളെ പറ്റി പറയാണ്. എവിടെയുള്ള തീർത്ഥാടന കേന്ദ്രം? മധുരയിലുള്ളത്. ജൈൻ സെന്റേഴ്സിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. സാക്രഡ് പിൽഗ്രിമേജ് സൈറ്റുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇനി ഒരു പുസ്തകം കൂടി പറയാം, അടുത്തിലുണ്ടോന്ന് അറിയില്ല. പ്രബോധ ചന്ദ്രോദയ സെവൻ ചോദിച്ചതാട്ടോ. ഇറ്റ് വാസ് റിട്ടൺ ബൈ കൃഷ്ണ മിശ്ര. ഓക്കെ, കൃഷ്ണ മിശ്ര. ഇതൊരു ജൈൻ ടെക്സ്റ്റ് ഒന്നല്ല, ബട്ട് പുറത്തപ്പോ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരാം. സംഘം ടെക്സ്റ്റുകളാണ്. സംഘം ടെക്സ്റ്റുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 3 സംഘങ്ങളാണ് ഉണ്ടായത്. മധുരൈ, കപടപുരം, മധുരൈ. ഇങ്ങനെയുള്ള 3 സംഘം അസംബ്ലീസ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനകത്ത് സംഘം ലിറ്ററേച്ചർ കൺസിസ്റ്റ് ഓഫ് 6 ഓഫ് ദ 8 ആന്തോളജീസ്. 8 തുകയിലെ 6 എണ്ണം, അതായത് 8 തുക, അതാണ് 8 ആന്തോളജീസ് എന്ന് പറയുന്നത്. പിന്നെ 9 ഓഫ് ദ 10 പാർട്സ്, അതായത് 10 പാട്ടുകളിലെ 9 എണ്ണം. ഇതൊക്കെ സംഘം ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സംഘം ലിറ്ററേച്ചർ ക്യാൻ ബി ക്ലാസിഫൈ ഇൻ ടു 2 അകം ആൻഡ് പുറം സോങ്സ്. അകം എന്ന് വെച്ചാൽ അറിയുന്നുണ്ടായിരിക്കും, ഇന്റേണൽ ആയിട്ടുള്ള ലവ്, അങ്ങനെയുള്ള ഫാമിലി കാര്യങ്ങളൊക്കെ പറ്റിയാണ് അകം ഡിസ്കസ് ചെയ്യുന്നത്. പുറം എന്ന് വെച്ചാൽ വാർ തുടങ്ങിയിട്ടുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഓർത്തിക്കുക, അതിനകത്തുള്ള പോയിറ്റ്സ് 473 പോയിന്റ്സ് ആണ്, പോയിറ്റ്സ് ആണ് മൊത്തം ഈ സംഘം ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അതിൽ 30 ആൾക്കാരും വുമൺ ആയിരുന്നു എന്നും ഓർത്തു വെക്കുക. ഇനി തിരുവള്ളുവരുടെ വർക്കാണ് തിരുക്കുറൽ എന്ന് പറയുന്നത്. ഓൺ എത്തിക്സ്, പോളിറ്റി ആൻഡ് ലവ് എഴുതിയിട്ടുള്ളത് തിരുക്കുറൽ ആണ്. ഏതാ പുസ്തകം? തിരുവള്ളുവർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് തിരുക്കുറൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തൊരു കോട്ട് നേരത്തെ എക്സാമിന് ചോദിച്ചതാണ്. തിരുവള്ളുവരുടെ തിരുക്കുറലിനകത്തുള്ളതാണ്. ഗുഡ് മെൻസ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഗുഡ് ബുക്ക്. നമ്മളൊരു നല്ല മനുഷ്യന്റെ കൂടെ ആണെങ്കിൽ ഒരു നല്ല പുസ്തകത്തിന്റെ ഒരു ബ്യൂട്ടി ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതുപോലെയാണെന്നതാണ്. ഇറ്റ് ഡസ് നോട്ട് ലൂസ് ഇറ്റ്സ് ഫ്രഷ്നെസ് ബട്ട് ഇറ്റ് ഗിവ്സ് ഇൻക്രീസ്ഡ് പ്ലഷർ എവറി ഡേ. അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ല, എല്ലാ ദിവസവും പുതിയ പുതിയ പ്ലഷർ കൊണ്ടുതരും എന്നൊക്കെ പറയുന്നു. ഡീപ്പർ സ്റ്റഡി വൺ ഡിറൈവ്സ് എൻഹാൻസ്ഡ് പ്ലഷർ ഫ്രം ദ ബുക്ക്. അങ്ങനെ ബുക്ക് നല്ലൊരു പ്ലഷർ കിട്ടുമെന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ തിരുക്കുറൽ എന്ന് പറയുന്ന തിരുവള്ളുവരുടെ പുസ്തകത്തിലാണ്. ഇനി തമിഴ് എപ്പിക്സ് ആണ് സിലപ്പതികാരവും മണിമേഖലയും എന്ന് പറയുന്നത്. ദെൻ സിലപ്പതികാരം വാസ് റിട്ടൺ ബൈ ഇളങ്കോ അടികൾ. സിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികളാണ്. ആൻഡ് അതിൽ പറയുന്ന കഥ എന്ന് പറയുന്നത് കണ്ണകിയെയും കോവലനെയും സംബന്ധിച്ചാണ്.
ആൻഡ് കണ്ണകിയും കോവലനും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതിന്റെ ഇടയിൽ മാധവി എന്ന് പറയുന്ന ഒരു കോർട്ടീസിന് കോവലനായിട്ട് ഇഷ്ടത്തിലാവുന്നു, അല്ലെങ്കിൽ കോവലനും മാധവിയും തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. ആൻഡ് അവർ പുഹാറിലാണ് ജീവിച്ചിരുന്നത് നേരത്തെ കണ്ണകിയും കോവലനും. ആൻഡ് മാധവിയായിട്ട് ഇഷ്ടത്തിലാവുന്നു. ദെൻ അവര് അവസാനം അയാള് അതിന് ഖേദിച്ച് തിരിച്ച് വീണ്ടും കണ്ണകിയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ആൻഡ് കണ്ണകിയുടെ അടുത്തേക്ക് വരുമ്പോൾ പൈസ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് അവര് കണ്ണകിയുടെ സിലപ്പതികാരം അല്ലെങ്കിൽ ആംഗ്ലറ്റ് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആൻഡ് അത് വിൽക്കാൻ കൊണ്ടുപോകും മധുരയിലേക്ക്. പക്ഷെ മധുരയിൽ എത്തുമ്പോൾ അവിടെ ക്യൂനിന്റെ ആംഗ്ലറ്റ് മിസ്സായിട്ടുണ്ടായിരിക്കും. അത് അടിച്ചു മാറ്റിയത് കോവലനാണെന്ന് പറഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അവസാനം കോവലനെ കൊല്ലുകയും ചെയ്യുന്നു. ആൻഡ് എന്താണ് പറയല്, കോവലനെ കൊന്നതോട് കൂടിയിട്ട് അതിന് എന്താണ് പറയാ പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് കോവലന്റെ വൈഫായിട്ടുള്ള കണ്ണകി വരുന്നു. അതിന് കണ്ണകി എന്ത് ചെയ്യുന്നു, കോവലന്റെ ഒരു എന്താണ് പറയാ നിരപരാധിത്വം തെളിയിക്കുന്നു എന്നുള്ളതാണ്. കാരണം കണ്ണകി ഒരു ആംഗ്ലറ്റ് പൊട്ടിക്കുന്നു. അതിനകത്ത് വെറും കല്ലുകൾ, മുത്തുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേസമയം രാജ്ഞിയുടെ ആംഗ്ലറ്റിനകത്ത് പേൾസ് ആണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സിലപ്പതികാരത്തിന് ഒരു ജൈൻ ഫ്ലേവർ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, കാവുണ്ടി എന്ന് പറയുന്ന ഒരു ജൈൻ നണ്ണൊക്കെ ഉണ്ടായിരുന്നു മധുരയിലേക്ക് അവർ പോകുന്ന സമയത്ത്. സോ ജൈൻ ഫ്ലേവർ ആണ് സിലപ്പതികാരത്തിനുള്ളത്, ഇളങ്കോവാടികൾ എഴുതിയിട്ടുള്ള സിലപ്പതികാരം. അടുത്തതാണ് മണിമേഖലൈ. ഇറ്റ് വാസ് റിട്ടൺ ബൈ സിത്തലൈ സാത്തനാർ. പഠിക്കുമ്പോൾ തന്നെ പഠിക്കാം. അതായത് രണ്ടോടും അങ്ങോട്ടോട്ട് മാറിപ്പോകും. മണിമേഖല എഴുതിയ ഇളങ്കോവാടികളാണെന്ന് തെറ്റിദ്ധരിക്കാം. സോ മണിമേഖലൈ സിത്തലൈ. ഓക്കെ, മണിമേഖല എഴുതിയത് സിത്തലൈ സാത്തനാർ. ഇളങ്കോ അടികളാണ് സിലപ്പതികാരം എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഓർത്തു വെക്കാട്ടോ. എയ് എന്നുള്ള സൗണ്ടിൽ പിടിക്കുക. മണിമേഖലൈ സിത്തലൈ. ദെൻ അതിനകത്ത് മണിമേഖല എന്ന് പറയുന്നത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ ഒരു ഉദയകുമാരൻ എന്ന് പറഞ്ഞൊരു രാജാവ് അല്ലെങ്കിൽ പ്രിൻസ് എന്ന് വെച്ചാൽ രാജകുമാരൻ പിന്നാലെ നടക്കുന്നു. അവസാനം അവൾക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും താല്പര്യമില്ല. അവളൊരു നണ്ണാവണം എന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അവളൊരു കായാ ചന്ദിക എന്ന് പറഞ്ഞ പേരൊക്കെ സ്വീകരിച്ച് ഇയാളുടെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടന്നു. പക്ഷെ ഈ കായാ ചന്ദിക എന്ന് പറഞ്ഞ ഒറിജിനൽ ആളുണ്ടായിരുന്നു. ആളുടെ ആളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, ഈ ഉദയകുമാരനെ കൊല്ലും. കാരണം കായാ ചന്ദികയുടെ കൂടെയാണ് ഉദയകുമാരൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഫേക്ക് നെയിം സ്വീകരിച്ചാണ്. പക്ഷെ അവസാനം എന്ത് ചെയ്യുന്നു, കായാ ചന്ദിക എന്നുള്ള പേരിൽ നമ്മുടെ മണിമേഖലയെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കാരണം ഉദയകുമാരനെ കൊന്നത് എന്നുള്ള കാരണത്താൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആള് കൊന്നതല്ല, ബട്ട് ആളുടെ അങ്ങനെ പേരുള്ള ഒരാളുടെ ഹസ്ബൻഡ് കൊന്നു എന്നുള്ള കാരണത്താൽ എന്തായാലും ആൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഷി വാസ് എ ഡിവൈൻ ലേഡി. അവർക്ക് ചില പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റിലായിരുന്ന സമയത്തും അവരുടെ കയ്യിൽ ഒരു മാജിക് ആംബൗൾ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് എത്ര വേണേലും ഭക്ഷണം എന്ത് ചെയ്യും, അതിൽ നിന്ന് ആൾക്കാർ കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ ക്യൂനാണ് കായാ ചന്ദികേനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ മകനായ പ്രിൻസ് ഉദയകുമാരനെ കൊന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാനം ക്യൂവിന് എന്ത് ചെയ്യുന്നു, മണിമേഖലയെ പാവമാണ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ലേഡിയാണ് എന്നുള്ളത് തിരിച്ചറിയുകയും അവസാനം ക്യൂവിന് അവരെ റിലീസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഷീ ലെഫ്റ്റ് ടു കാഞ്ചി. അവർ കാഞ്ചീപുരത്തേക്ക് പോകുന്നു. അവിടുന്ന് ഒരു ബുദ്ധിസ്റ്റ് സംഘയിൽ ജോയിൻ ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാല് മണിമേഖല ഹാസ് എ ബുദ്ധിസ്റ്റ് ഫ്ലേവർ. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ സിലപ്പതികാരം ഹാസ് എ ജൈൻ ഫ്ലേവർ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതിലെ കണ്ണകിയും കോവലനും മാധവിയും ഉണ്ട്. ഓക്കെ, ആൻഡ് സിലപ്പതികാരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത് വരിക. അതായത് കോവലനും പിന്നീട് അദ്ദേഹം ഇഷ്ടത്തിലായ മാധവിയും ഇവർക്കുണ്ടായിട്ടുള്ള കുട്ടിയാണ് ആരെ, മണിമേഖല എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യമാണ് നീതിസാര, നാട്യശാസ്ത്ര, വൃച്ചഘടിക, അഷ്ടധ്യായി. ഇതിനകത്ത് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അഷ്ടധ്യായി നേരത്തെ പറഞ്ഞതാണ്, പാണിനി എഴുതിയിട്ടുള്ള പുസ്തകമാണ് അഷ്ടധ്യായി. പിന്നെ അതിനകത്ത് വരുന്നതാണ് നീതിസാര റിട്ടൺ ബൈ കാമതങ്ക. നാട്യശാസ്ത്ര അറിയുന്നുണ്ടായിരിക്കും ഭരത, മൃച്ഛകടിക ശൂദ്രക. സോ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് നീതി സാര കാമതങ്ക. A4. നാട്യശാസ്ത്ര ഭരത. B3. വെച്ചകടിക ശൂദ്രക. C1. അഷ്ടധ്യായി പാണിനി. D2. ഇവിടെ B is the correct answer. അടുത്തൊരു ചോദ്യം നോക്കാം.
കമന്ററി നിരുക്ത ഈസ് കമ്പൈൽഡ് ബൈ. നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നതുപോലെ നിരുക്ത എഴുതിയത് ആര് എന്നുള്ളതാണ്. സയന, യസ്ക, വിശ്വാമിത്ര, വസിഷ്ഠ. ശരി ഉത്തരം ഓപ്ഷൻ ബി യസ്ക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ശിക്ഷ, കൽപ്പ, നിരുക്ത, ഛന്ദസ്. മെറ്റർ, ഫോണറ്റിക്സ്, റിച്വൽ, എറ്റിമോളജി. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ശിക്ഷയാണ് എന്ത് ചെയ്യുന്നത്, ഫോണറ്റിക്സ്. കൽപ്പയാണ് റിച്വല്, നിരുക്തയാണ് എറ്റിമോളജി, ചന്തയാണ് മെറ്റർ. അപ്പൊ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A2 ഇതിന് A2 ആണ്, ഇതും A2 ആണ്. ദെൻ B3 കൽപ്പ, B3 ഇതിലും B3 ആണ്. C1 അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C4 വരണം, D1 വരണം. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇതിന് എന്ത് ചെയ്യണം, കറക്റ്റ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യണം. അഷ്ടധ്യായി ഓഫ് പാണിനി, ചരക സംഹിത, കോമ്പലേഷൻ ഓഫ് പുരാണാസ്, അട്ടശാസ്ത്ര ഓഫ് ഭരത, സാൻസ്ക്രിറ്റ് പ്ലേസ് ഓഫ് കാളിദാസ. അപ്പൊ ഇവിടെ എന്തായാലും കാളിദാസന് അവസാനമാണ് വരിക, അത് തന്നെ, കാരണം ഗുപ്ത പീരീഡിലാണ്. പിന്നെ അതിനകത്ത് വരുന്നത് ഒരു 5th സെഞ്ചുറി AD സമയത്താണ് വരിക. അഷ്ടധ്യായി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എൻ്റെ ഒരു ടൈം ഞാൻ അടുത്തൊരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ABDCE എന്ന ഓപ്ഷനിൽ വരണം, ഓർഡറിൽ വരണം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അഷ്ടധ്യായി 5th സെഞ്ചുറി BC, ചരക സംഹിത എന്താണ് പറയല്ലേ 1st സെഞ്ചുറി CE, ദെൻ പുരാണാസ് ഒരു 350 CE അറൗണ്ട് വരും. അട്ടശാസ്ത്ര ഓഫ് ഭരത 200 to 200 CE ഇടയിൽ വരും, BC-ന്റെ CE-ന്റെ ഇടയിലായിട്ട്. സാൻസ്ക്രിറ്റ് പ്ലേ കാളിദാസ അദ്ദേഹത്തിൻ്റെത് 5th സെഞ്ചുറി CE വരും. ഈ ഒരു ഓർഡറിലാണ് അത് വരേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ബിലോങ്സ് ടു സെക്കൻഡ് സംഘം. സെക്കൻഡ് സംഘത്തിലേക്ക് ഉള്ള വർക്ക് ഏതെന്നുള്ളതാണ്. അഗത്തിയം, പരിവാതിൽ, നട്രിണൈ, തൊൽക്കാപ്യം. ഓർത്തു വെക്കുക, ദ ഓൺലി സർവൈവിംഗ് ടെക്സ്റ്റ് ഓഫ് സെക്കൻഡ് സംഘം ഈസ് തൊൽക്കാപ്യം. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. സെക്കൻഡ് സംഘത്തിൽ സർവൈവ് ചെയ്യുന്ന ഒരൊറ്റ ടെക്സ്റ്റ് ആണ് തൊൽക്കാപ്യം എന്ന് പറയുന്നത്, റിട്ടൺ ബൈ തൊൽക്കാപ്യർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഭരത, അശ്വഘോഷ, ചരക, ശുദ്രക, നാട്യശാസ്ത്ര, വൃശ്ചകടിക, സാര്യപുത്ര പ്രകരണ, സംഹിത. ഓക്കെ, ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഭരതന്റെ നാട്യശാസ്ത്ര, അശ്വഘോഷയുടെ ആയിരുന്നു സാര്യപുത്ര പ്രകരണ, ചരകയുടെ ചരക സംഹിത, ശുദ്രകന്റെ വൃശ്ചകടിക. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് A1 B3 C4 D2 ഈ ഓർഡറിൽ വരണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക, എല്ലാം ക്ലിയർ ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോവാം. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇതിന്റെ ഒരു മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് സ്റ്റഡി മെറ്റീരിയലിന്റെ ഭാഗത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ഇരുന്ന് വായിച്ചു വെക്കുക. വളരെ സമഗ്രമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു കെൻ ഈസിലി സ്കോർ എന്താണ് പറയുക, ഒരു 20 മാർക്കോളം ഈ ഭാഗത്ത് എക്സാമിന് നിങ്ങൾക്ക് നേടാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ നൗ. മറ്റൊരു സെഷനിൽ കാണാം കേട്ടോ.